എല്ലാവർക്കും നമസ്കാരം. ദൈർഘ്യമേറിയ ദിവസത്തിന്റെ അവസാനത്തിൽ ഒരു നല്ല പുസ്തകം കാത്തിരിക്കുന്നുവെന്ന അറിവ് ആ ദിവസത്തെ സന്തോഷകരമാക്കുന്നു. മൂത്തകുന്നം എസ്.എൻ.എം. ട്രെയിനിംഗ് കോളേജിലെ ലിറ്റററി ക്ലബും ലൈബ്രറി റീഡേഴ്സ് ഫോറവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പ്രതിവാര പുസ്തക നിരൂപണ ചർച്ചയാണ് വ്യാഴാഴ്ച വായനാഴ്ച. പ്രവൃത്തി ദിവസങ്ങളായ എല്ലാ വ്യാഴാഴ്ചകളിലും തുടർച്ചയായി ഇത് 4-ാമത്തെ അധ്യയന വർഷമാണ് പുസ്തകങ്ങളോടും രചയിതാക്കളോടും പുസ്തകപ്രേമികളോടുമുള്ള വ്യാഴാഴ്ച വായനാഴ്ച എന്ന സ്നേഹ സംസാരം. പുസ്തകങ്ങളെ, പ്രത്യേകിച്ച് പുതിയ പുസ്തകങ്ങളെ കൂടുതൽ അടുത്തറിയുവാനും എഴുത്തുകാരോട് നേരിട്ട് സംസാരിക്കാനും അവരോട് എഴുത്തനുഭവങ്ങൾ പ്രകടിപ്പിക്കാനും ഇതുവഴി ചർച്ചയെടുക്കുന്ന പുസ്തകത്തിന് പുതിയൊരു വായനാ സ്വരൂപം തീർക്കാനും വ്യാഴാഴ്ച വായനാഴ്ച വേദിയൊരുക്കുന്നു. ഒരു പുതിയ ലക്കം വ്യാഴാഴ്ച വായനാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. സ്വാഗതം പറയുന്നതിനായി 1-ാം വർഷ ബി.എഡ് കൊമേഴ്സ് വിദ്യാർത്ഥിനി അർച്ചനയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വായന മനുഷ്യന്റെ അറിവും ചിന്താശേഷിയും വികസിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശീലങ്ങളിൽ ഒന്നാണ്. പുസ്തകങ്ങൾ നമ്മെ പുതിയ ലോകങ്ങളിലേക്കും പുതിയ ആശയങ്ങളിലേക്കും കൊണ്ടുപോകുന്നു. എസ്.എൻ.എം. ട്രെയിനിംഗ് കോളേജിലെ ലിറ്റററി ക്ലബും ലൈബ്രറി റീഡേഴ്സ് ഫോറവും കൂടിച്ചേർന്ന് നടത്തുന്ന വ്യാഴാഴ്ച വായനാഴ്ച എന്ന പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഞാൻ. ആദ്യമായി ഈ പരിപാടിക്ക് പൂർണ്ണ പിന്തുണ നൽകി കൂടി നിൽക്കുന്ന കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുസ്മിത പി.എസ്. മാമിനെ ഈ പരിപാടിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ പരിപാടിയുടെ ടീച്ചർ കോർഡിനേറ്റേഴ്സായ ഡോക്ടർ ഹീര കെ.എസ്. മാമിനെയും ഡോക്ടർ കൃഷ്ണകുമാർ സാറിനെയും ലൈബ്രറിയൻ മോനിക മാമിനെയും സ്വാഗതം ചെയ്യുന്നു. തന്റെ എഴുത്തനുഭവങ്ങൾ പങ്കുവയ്ക്കാനായി എത്തിയ പ്രിയ എഴുത്തുകാരൻ ശ്രീ ജോസഫ് അന്നംകുട്ടി ജോസ് സാറിനെ വളരെ സ്നേഹബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പുസ്തക നിരൂപണം നടത്തുന്ന ഇരിങ്ങാലക്കുട BRCയിലെ CRCC കോർഡിനേറ്ററും എസ്.എൻ.എം. ട്രെയിനിംഗ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥിയുമായ ശ്രീ വിഷ്ണു നാരായണൻ PAയെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ പരിപാടിയുടെ ഭാഗമായ എല്ലാവരെയും സ്നേഹത്തിന്റെ ഭാഷയിൽ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. നന്ദി അർച്ചന. അടുത്തതായി പുസ്തക അവതരണമാണ്. ജോസഫ് അന്നംകുട്ടി ജോസ് എഴുതിയ ആരും കാണാത്ത യുദ്ധങ്ങൾ എന്ന പുസ്തകത്തിന്റെ വായനാ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് എസ്.എൻ.എം. ട്രെയിനിംഗ് കോളേജിലെ 2022-24 ബി.എഡ് ഇംഗ്ലീഷ് വിദ്യാർത്ഥിയും ഇരിങ്ങാലക്കുട BRCയിലെ CRCC കോർഡിനേറ്ററുമായ വിഷ്ണു നാരായണൻ PA ആണ്. അദ്ദേഹം കൊടുങ്ങല്ലൂർ സ്വദേശിയാണ്. എല്ലാ വ്യാഴാഴ്ചയും മുടങ്ങാതെ കൃത്യസമയത്തെത്തി നമ്മുടെ വ്യാഴാഴ്ച വായനാഴ്ച പരിപാടി റെക്കോർഡ് ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം ഒരു ഫ്രീലാൻസ് വീഡിയോ എഡിറ്ററും ഫോട്ടോഗ്രാഫറുമാണ്. ഏറെ സ്നേഹത്തോടെ പുസ്തക നിരൂപണത്തിനായി വിഷ്ണു നാരായണൻ സാറിനെ ക്ഷണിക്കുന്നു. ജോസഫ് എത്തിയിട്ടുണ്ട്. ജോസഫ് നമസ്കാരം. നമസ്കാരം. ഹായ്. എനിക്ക് തോന്നുന്നത് ജോസഫ് തിരക്കുകൾക്കിടയിൽ നിന്നാണ് ഇതിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. ജോസഫ് ഇതിനെ കുറിച്ച് സംസാരിക്കുകയാണോ ആദ്യം? ഇല്ല, ഞാൻ അദ്ദേഹം എന്താ പറഞ്ഞെന്ന് കേട്ടിട്ട് സംസാരിച്ചാൽ മതിയോ? കൂടെ ഉണ്ടായ വളരെ സന്തോഷം. അപ്പൊ അങ്ങനെ ചെയ്യാം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷം നിറഞ്ഞൊരു സായാഹ്നം ആണ്. കാരണം എൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ജോസഫ് അന്നംകുട്ടി ജോസ് എൻ്റെ പുസ്തകാവതരണത്തിൽ പങ്കെടുക്കുന്നു. വളരെയധികം നന്ദി. ഈ പുസ്തകം അവതരിപ്പിക്കുവാൻ അവസരം തന്ന എസ്.എൻ.എം. ട്രെയിനിംഗ് കോളേജ് ലിറ്റററി ക്ലബിനോടും എൻ്റെ പ്രിയപ്പെട്ട മാഷിനോടും മിസ്സിനോടും ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ സമയം മാറ്റിവെച്ച ജോസഫ് അന്നംകുട്ടി ചേട്ടനും വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. വളരെയധികം വിഷമിച്ചിരിക്കുന്ന ഒരു സന്ദർഭത്തിലായിരുന്നു. അതായത് ആരും കാണാത്ത ചില യുദ്ധങ്ങൾ പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്തായിരുന്നു ഈ പുസ്തകം എൻ്റെ കയ്യിൽ എത്തിച്ചേരുന്നത്. ഇത്
ഈ പുസ്തകം എനിക്ക് എൻ്റെ സുഹൃത്ത് പ്രീ ബുക്ക് ചെയ്യുന്നതും പിന്നീട് എൻ്റെ കയ്യിൽ പോസ്റ്റലായി കിട്ടുന്നതും ഒരു നിമിത്തമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ പ്രീ ബുക്കിംഗ് പരസ്യം കണ്ടിരുന്നുവെങ്കിലും എനിക്ക് അന്നത്തെ എൻ്റെ ചില പ്രശ്നങ്ങൾ കൊണ്ട് എനിക്കത് ബുക്ക് ചെയ്യുവാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് ബുക്ക് ചെയ്തു തന്ന എൻ്റെ സുഹൃത്തിന് വീണ്ടും നന്ദി പറയുന്നു. എങ്കിലും എൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ്റെ ഒപ്പോടുകൂടിയ പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടി. അത് വളരെ ആവേശത്തോടു കൂടി തന്നെ ഞാൻ വായിച്ചു തീർത്തു. മനസ്സ് കൈവിട്ടു പോയ സമയത്ത് ചൂടുചായയും പഴംപൊരിയും വാങ്ങിത്തന്ന് ഒരു മകനെ പോലെ എന്നെ സ്വാന്തനിപ്പിച്ച, എൻ്റെ ദുഃഖങ്ങളുടെ പടുകുഴിയിൽ നിന്ന് കരകയറ്റിയ എൻ്റെ പ്രിയപ്പെട്ട ഹീരാമിസെ മാഷെ, ആ ഒത്തുചേരലുകൾ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ പുസ്തകം ചർച്ച ചെയ്യുവാൻ ഞാൻ ഉണ്ടായേക്കുമായിരുന്നില്ല. നിങ്ങൾക്കും വീണ്ടും നന്ദി പറയുന്നു. ഇനി ഈ പുസ്തകത്തിലേക്ക് വന്നാൽ, ആരും കാണാത്ത യുദ്ധങ്ങൾ കേവലം ഒരു ഓർമ്മക്കുറിപ്പുകൾ മാത്രമല്ല, മറിച്ച് ഓരോ മനുഷ്യനും ഉള്ളിൽ കൊണ്ടു നടക്കുന്ന നിരന്തര സമരങ്ങളുടെ സാക്ഷ്യപത്രമാണ്. എനിക്ക് തോന്നുന്നു ഇതിലെ ആമുഖം തുടങ്ങുന്നത് ഏതൊരാളെയും ഈ പുസ്തകം വായിച്ചു തീർക്കുവാൻ പ്രേരിപ്പിക്കുന്ന എന്തോ ഒരു മാജിക് ഈ ആമുഖത്തിനു ഉണ്ട് എന്നതാണ്. ആമുഖം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: മനുഷ്യരെക്കാൾ നല്ല പുസ്തകങ്ങളൊന്നും ഞാൻ വായിച്ചിട്ടില്ല. ചിലരെ വായിച്ചെടുക്കുവാൻ സാധിക്കാതെ ഞാൻ തളർന്നു പോയപ്പോൾ ഗുരുതുല്യരായ ചിലർ കൂടെ നടന്ന് വായിച്ചെടുക്കുവാൻ സഹായിച്ചിരുന്നു എന്ന് തുടങ്ങുന്ന ഈ ആമുഖം പുസ്തകത്തിന്റെ ആഴത്തിലേക്ക് നമ്മളെ വളരെ വേഗം കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. കൂടാതെ ദേശങ്ങളുടെ അതിർത്തികളിൽ നടക്കുന്നതിനേക്കാൾ വലിയ യുദ്ധങ്ങൾ മനസ്സിന്റെ വരമ്പുകളിൽ കൊണ്ടു നടക്കുന്നവരാണ് നമ്മളെല്ലാവരും എന്ന പരമമായ സത്യം വിളിച്ചു പറയുന്നുണ്ട്. അതെ, ഈ പുസ്തകം നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ജീവിതത്തിന്റെ ഏതൊക്കെയോ പരിസരങ്ങളിൽ വെച്ച് കണ്ടുമുട്ടിയ ചില മനുഷ്യർ കടന്നുപോയ യുദ്ധങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഈ പുസ്തകത്തിലെ കുറിപ്പുകളെല്ലാം ഈ പുസ്തകം വായിച്ചപ്പോൾ എൻ്റെ കണ്ണുകൾ നിറയ്ക്കുകയുണ്ടായി. ചിലപ്പോൾ ഞാൻ പരിഭ്രമപ്പെടുകയും ചെയ്തു. ഇടയ്ക്ക് എനിക്കത് ഒരു തണുത്ത കാറ്റ് പോലെ ആശ്വാസവും നൽകി. കാരണം ഈ പുസ്തകം ഞാൻ വായിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞാനും ഇത്തരത്തിൽ ഒരു യുദ്ധത്തിൽ പോരാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതെ, ഈ പുസ്തകം വായിക്കുന്ന നിങ്ങൾക്കും മനസ്സിലാകും, ഇതിലെ ചില യുദ്ധങ്ങൾ നിങ്ങൾ ഇതിനോടകം കടന്നുപോയ യുദ്ധങ്ങളാകാം, അല്ലെങ്കിൽ ചിലത് നിങ്ങളെ തേടി വരാനിരിക്കുന്നവയുമാകാം. ആമുഖത്തിന്റെ അവസാന ഭാഗം എൻ്റെ ഹൃദയത്തിലാണ് പതിഞ്ഞത് എന്ന് പറയാതിരിക്കുവാൻ വയ്യ. മുറിവിൽ മരുന്ന് വയ്ക്കുന്ന പോലെയുള്ള ഒരു ആശ്വാസമാണ് അതെനിക്ക് നൽകിയത്. അതിപ്രകാരമായിരുന്നു: വീണു പോകുമായിരുന്ന എത്രയോ യുദ്ധങ്ങളിലാണ് നമ്മൾ പോരടിച്ചു പിടിച്ചു കയറിയത്. പെട്ടുപോയ എത്ര ചക്രവ്യൂഹങ്ങളിൽ നിന്നാണ് ആരൊക്കെയോ വന്ന് നമ്മളെ പൊതിഞ്ഞു പിടിച്ചത്. ആരും കാണാത്ത യുദ്ധങ്ങളിൽ പടയോട്ടങ്ങൾ നടത്തിയതിന്റെ മുറിവുകൾ പേറുന്ന സുഹൃത്തെ, നിങ്ങളുടെ ഒറ്റയാൾ പോരാട്ടങ്ങളിൽ ഏതൊക്കെയോ വീടുകൾ വീഴാതെ നിൽക്കുന്നുണ്ട്. ഏതൊക്കെയോ മനുഷ്യർ ചോര പൊടിയാതെ ജീവിക്കുന്നുമുണ്ട്. യുദ്ധങ്ങൾ അവസാനിക്കുന്നില്ല ചങ്ങാതി, തുടങ്ങുകയും തുടരുകയും മാത്രം ചെയ്യുന്നു. ഇതെനിക്ക് വളരെയധികം പ്രചോദനമാണ് നൽകിയത്. ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്ന ആദ്യത്തെ ഓർമ്മക്കുറിപ്പിൽ അത് തുടങ്ങുന്നത് ഇപ്രകാരമാണ്: ട്രൈ സംതിങ് ഡിഫറെന്റ്. സറണ്ടർ എന്ന റൂമിയുടെ കോട്ടോടു കൂടിയാണ് ഈ കുറിപ്പിൽ പ്രണയനഷ്ടവും അതിൻ്റെ ആഘാതവും തിരിച്ചറിവുകളെയും കുറിച്ച് പറഞ്ഞു പോകുന്നു. ജീവന തുല്യം സ്നേഹിച്ചിരുന്ന ഒരാൾ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോകുമ്പോൾ ഉണ്ടാകുന്ന വേദനയെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ വിവരിക്കുന്നത്. ഹൃദയം ഒരു മരണവീടാകുന്നത് കണക്കെയുള്ള അനുഭവമാണിതെന്ന് പറയുന്നു. ഇനി ഈ അധ്യായത്തിലേക്ക് കടന്നാൽ, സ്നേഹം വിട്ടുപോയതിന്റെ കാരണങ്ങൾ തേടിയുള്ള
ഭ്രാന്തമായ അലച്ചിലുകളെക്കുറിച്ചും ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങൾ ജീവിതം നമുക്ക് മുൻപിൽ വെക്കുന്നതിനെ കുറിച്ചും പ്രിയ എഴുത്തുകാരൻ പറയുന്നുണ്ട്. ഈ കുറിപ്പിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് വാക്കുകൾ അതിങ്ങനെയാണ്: ഒരാൾ ഈ ഭൂമിയിൽ ഏറ്റവും ഭയപ്പെടുന്നത് നിരാകരിക്കപ്പെടുക എന്നതാണ്. റിജക്ഷൻ, അത് ജനനം മുതൽ നമ്മോടൊപ്പമുണ്ട്. ഗർഭപാത്രത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ മനുഷ്യക്കുഞ്ഞു കരഞ്ഞു. അവന്റെ തലച്ചോറിൽ ആ നോവും പേറിയാണ് അവൻ പിറക്കുന്നത്. ഏതു രൂപത്തിൽ വന്നാലും അതവനു താങ്ങാനാവില്ല. ഒരു ചടങ്ങിന് ക്ഷണിക്കപ്പെടാതിരിക്കുക, മാതാപിതാക്കളുടെ സ്നേഹക്കണക്കുകളിൽ ഒടുവിലാകുക, പ്രണയം തിരസ്കരിക്കപ്പെടുക, എല്ലാം അവൻ ജന്മസങ്കടത്തിന്റെ ഓർമ്മപ്പെടുത്തലുകളാണ്. ഇത് മനുഷ്യ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് തിരിച്ചറിയുവാൻ സാധിക്കുന്നിടത്ത് നമ്മൾ സ്വതന്ത്രരാകും. പ്രതിസന്ധി ഘട്ടത്തിൽ പ്രിയ ലേഖകൻ തന്റെ പഴയ ഗുരുവായ പുരോഹിതനെ സന്ദർശിക്കുന്നതും പിന്നീട് ആ മനുഷ്യൻ പറഞ്ഞ വാക്കുകൾ തന്റെ ഇരുട്ടുമുറിയിലേക്കുള്ള വെളിച്ചമായിരുന്നു എന്നും പറയുന്നു. ജീവിതത്തിൽ ഇരുട്ട് കയറുമ്പോഴും കുണ്ടുകുളമച്ചനെ പോലെ ചില താരങ്ങൾ തന്നെ നോക്കി കണ്ണു ചിമ്മുന്നുണ്ടല്ലോ. ആകാശത്തേക്കു മിഴികൾ ഉയർത്തി ഐ സറണ്ടർ എന്ന 2 വാക്കുകൾ ഏറ്റവും മനോഹരമായ പ്രാർത്ഥനയാക്കി മാറ്റി എന്ന് പറയുന്നു. ഇത് വായിച്ചു കഴിഞ്ഞത് തൊട്ട് ആ വാക്കുകൾ ഞാനും എൻ്റെ പ്രാർത്ഥനയാക്കി മാറ്റി. ഇവിടെ കുണ്ടുകുളമച്ചനെ പോലെ ഞാൻ എന്നെ നോക്കി കണ്ണു ചിമ്മുന്ന എൻ്റെ ഗുരുക്കന്മാരെ ആലോചിക്കുന്നു. നന്ദി, 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 എന്നെ മനസ്സിലാക്കിയതിന്, ഇരുളിൽ വെളിച്ചം കാണിച്ചു തന്നതിന്. ഇത് കഴിഞ്ഞാൽ കോളിംഗ് ബെൽ എന്ന ഒരു ചെറിയ നർമ്മം പകരുന്ന ഒരു കുറിപ്പിന് ശേഷമാണ് അടുത്ത ഓർമ്മക്കുറിപ്പ് തുടങ്ങുന്നത്. ഈ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വളരെ പച്ചയായ ചില ജീവിത യുദ്ധങ്ങളെ കാണിച്ചു കഴിഞ്ഞ് നർമ്മം തരുന്ന ചെറിയ കുറിപ്പുകൾ പ്രത്യക്ഷപ്പെടുന്നു എന്നതാണ്. പൊള്ളുന്ന വെയിലിൽ ഇടയ്ക്ക് കിട്ടുന്ന ചെറിയ മഴ പോലെ ഉള്ള ഒരു അനുഭവമാണ് ആ ചെറിയ ചെറിയ നർമ്മം പകരുന്ന കുറിപ്പുകൾ. ലോകം കൈവിട്ടവർ എന്ന 2ാമത്തെ അധ്യായം തുടങ്ങുന്നതാകട്ടെ ദലൈലാമയുടെ വാക്കുകളിലൂടെയാണ്. അതിങ്ങനെയാണ്: ഇഫ് യു വാണ്ട് അതേഴ്സ് ടു ബി ഹാപ്പി, പ്രാക്ടീസ് കമ്പാഷൻ. ഇഫ് യു വാണ്ട് ടു ബി ഹാപ്പി, പ്രാക്ടീസ് കമ്പാഷൻ. പ്രതിഫലം ഇച്ഛിക്കാതെ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതും അവർക്കായി നിലകൊള്ളുന്നതും ഒരു വലിയ കൃപയാണെന്നാണ് ഇവിടെ എഴുത്തുകാരൻ പറയുന്നത്. നമ്മൾ നൽകുന്ന സ്നേഹം തിരികെ ലഭിക്കുന്നില്ലെങ്കിലും മറ്റുള്ളവരെ സ്നേഹിക്കാതിരിക്കാൻ കഴിയാത്ത മനുഷ്യരെ കുറിച്ചാണ് ഈ അധ്യായം. പിന്നെ ദൈവം നമുക്കായി അയക്കുന്ന ചില ചങ്ങാതിമാരുണ്ട്. ജീവിതയാത്രയിൽ ഉടയതമ്പുരാൻ നമുക്ക് കൂട്ടായി അയക്കുന്ന ചില മനുഷ്യർ. ഇവിടെ ഇംഗ്ലണ്ടിലുള്ള ഒരു സുഹൃത്തും അവന്റെ കുടുംബത്തോടുമുള്ള കരുണയും ഉദാഹരണമായി പറയുന്നുണ്ട്. കൂടാതെ വലിയൊരു സത്യം ഇവിടെ പറയുന്നുണ്ട്: ഫ്രണ്ട്സ് ബിഹേവ്ഡ് ലൈക്ക് മെർ ഫോളോവേഴ്സ് ആൻഡ് ഫോളോവേഴ്സ് ബിഹേവ്ഡ് ലൈക്ക് ഗുഡ് ഫ്രണ്ട്സ്. സ്വന്തം കുടുംബം നമ്മെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹവും അംഗീകാരവും ചിലപ്പോൾ അപരിചിതരിൽ നിന്നോ ലഭിക്കാറുണ്ട്. ഞാൻ ഓർക്കുകയാണ്, ഒരു ദിവസം വളരെ വിഷമിച്ച് ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ആർ യു ഓക്കെ എന്ന് ചോദിച്ച വളരെ കുറച്ചു നാൾ പരിചയമുള്ള ഒരു അപരിചിതനായ ഒരു സുഹൃത്തിനെ ഈ അവസരത്തിൽ ആ ചോദ്യത്തിന് നന്ദി പറയുകയാണ്. ഈ അധ്യായത്തിൽ അതിജീവനത്തെയും കരുണയുടെയും 3 പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളെ നമുക്ക് കാണാം. ഒന്നാമത്തേത് ഡെസ്മണ്ട് ഡോസ്. അദ്ദേഹം ഒരു പട്ടാളക്കാരനാണ്. 2ാം ലോക മഹായുദ്ധകാലത്ത് തോക്ക് തൊടില്ലെന്ന് പ്രതിജ്ഞയെടുത്ത ഒരു പട്ടാളക്കാരൻ. പേടിത്തൊണ്ടൻ എന്ന് അയാളെ സഹപ്രവർത്തകർ പരിഹസിച്ചിരുന്നു. എന്നാൽ ജപ്പാനിലെ ഒക്കിനാവയിൽ നടന്ന യുദ്ധത്തിൽ ചീറിപ്പായുന്ന വെടിയുണ്ടകൾക്കിടയിലൂടെ 75 പട്ടാളക്കാരെ അദ്ദേഹം രക്ഷപ്പെടുത്തുകയുണ്ടായി. ഐ ആം മെന്റ് ഫോർ ദം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. ഈ ജീവിതകഥ ആസ്പദമാക്കി നിർമ്മിച്ച ഒരു സിനിമയുണ്ട്, ഹാക്സോ റിഡ്ജ്. വളരെ നല്ലൊരു മൂവിയാണ്. പ്രത്യേകിച്ചും ഈ ഒരു സമയത്ത്, യുദ്ധഭീതി ഉണരുന്ന ഈ സമയത്ത് കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണ്. 2ാമത്തേത് ക്രിസ്ത്യാനോ റൊണാൾഡോയെയും അദ്ദേഹത്തിന്റെ സഹോദരൻ ഹ്യൂഗോയെയും കുറിച്ചാണ്.
മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായ തന്റെ മൂത്ത സഹോദരനെ രക്ഷിക്കാൻ റൊണാൾഡോ നടത്തിയ കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. മൂന്നാമത്തേത് ഒരു ഗുണ്ട അച്ഛനെ കുറിച്ചാണ്. ജയിലിൽ കഴിയുന്ന കുറ്റവാളികളെ പുതിയ ജീവിതത്തിലേക്ക് നയിക്കാൻ പരിശ്രമിക്കുന്ന ഒരു പുരോഹിതനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നാട്ടിലെ ഒരു ഗുണ്ടയെ പലതവണ ജയിലിൽ നിന്ന് ഇറക്കുകയും അവനെ നേർവഴിയിലാക്കുവാൻ ശ്രമിക്കുന്ന അദ്ദേഹം അവനെ മറ്റുള്ളവർ കൈവിടുമ്പോഴും കൂടെ നിൽക്കാൻ തയ്യാറായിരുന്നു. മറ്റുള്ളവർക്കായി ജീവിക്കുക എന്നത് ഒരു ഉത്തരവാദിത്വമായി കാണുന്ന മനുഷ്യരാണ് ലോകത്തെ സ്വർഗമാക്കുന്നത് എന്നും നമ്മെ ശാരീരികമായോ മാനസികമായോ തകർക്കുമ്പോഴും ലോകം കൈവിട്ടവരെ ചേർത്ത് പിടിക്കാനുള്ള നന്മ, സ്നേഹം നമ്മിൽ ഉണ്ടാവണമെന്നും ഈ ഓർമ്മക്കുറിപ്പ് സൂചിപ്പിക്കുന്നു. പിന്നീട് പാഠം 1 പണം എന്ന ഓർമ്മക്കുറിപ്പ് ആണ്. ഇതിൽ ജീവിതത്തിൽ പണം ചെലുത്തുന്ന സ്വാധീനങ്ങളെ കുറിച്ചും. ഒറ്റ സെക്കൻഡ്, ഞാനൊന്ന് ഇടപെട്ടോട്ടെ? കുഴപ്പമുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. എനിക്ക് തോന്നുന്നു എല്ലാ ചാപ്റ്ററും പറയണ്ടെന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നൊരു കാര്യം, വളരെ ഭംഗിയായിട്ട് സംസാരിക്കുന്നുണ്ട്, പക്ഷേ വായിക്കാത്ത ഒരുപാട് പേരുണ്ടാവില്ല. ഒന്നാമത് ഇത് വളരെ ചെറിയൊരു പുസ്തകമാണ്. അപ്പോൾ ഞാനെപ്പോഴും വിചാരിക്കുക, ഒരു പുസ്തകം എന്ന് പറയുന്നത് അതിനകത്ത് നമ്മൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന സർപ്രൈസുകളാണ്. ഇപ്പോൾ ഇദ്ദേഹം വളരെ ഭംഗിയായിട്ട് സംസാരിക്കുമ്പോൾ നമുക്കൊരു ഓഡിയോ ബുക്ക് കേൾക്കുന്ന ഫീലാണ് എനിക്ക് കിട്ടുന്നത്. ഇതിനകത്ത് വായിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് സർപ്രൈസ് ആയിട്ട് തോന്നാമായിരുന്ന പല എലമെന്റുകളും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് തോന്നുന്നു. അപ്പൊ എൻ്റെ ഒരു ചെറിയ സജഷൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത്, പുറകിൽ നിന്ന് ഏതിലൊരു എല്ലാ ചാപ്റ്ററും ഇതുപോലെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. അപ്പൊ ഏതിലൊരു ചാപ്റ്റർ കൂടി പറഞ്ഞിട്ട് മൊത്തത്തിൽ എന്താണ് തോന്നി എന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് സംസാരിച്ചോട്ടെ? തീർച്ചയായും തീർച്ചയായും. ഓക്കെ, അപ്പൊ ഞാൻ ഒരെണ്ണത്തിന്റെ കൂടി റിവ്യൂ ഇപ്പൊ ഒരു കണ്ടിന്യൂസ് ഓർഡറിലാണല്ലോ പോകുന്നത്. അത് വിട്ടിട്ട് വേറെ ഏതിലും കൂടി ചൂസ് ചെയ്ത് പറഞ്ഞിട്ട് ഓവറോൾ എന്ത് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ സംസാരിക്കാം. കുഴപ്പമില്ല? ഇല്ല 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 ഇല്ല. ഓക്കെ, താങ്ക് യു. ഇതില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് പന്തയ്ക്കൽ അമ്മ എന്നുള്ള ഒരു ചാപ്റ്റർ. കാരണം അത് വായിച്ചു തുടങ്ങിയപ്പോൾ അതിൽ പറയുന്നുണ്ട്, അച്ഛൻ്റെയും അമ്മയുടെയും കൈകൾ പരിശോധിച്ചപ്പോൾ, അമ്മയുടെ കൈ കൊണ്ടപ്പോൾ ഫിംഗർ പ്രിന്റ് ലോക്ക് സെറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ അത് വർക്കാവുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ വളരെ വിഷമമായെന്നും പറയുന്നുണ്ട്. അത് സത്യത്തിൽ വീട്ടിൽ എൻ്റെ അമ്മയുടെ കൈ നോക്കിയപ്പോഴും അതുപോലെ തന്നെയായിരുന്നു. ആക്ച്വലി 1 വർഷം മുൻപ് ഇതേ സംഭവം എൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നു. പിന്നെ ഇതേപോലെ ഒരു അമ്മൂമ്മ എനിക്കും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന പല സാഹചര്യങ്ങളും ഈ പുസ്തകങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതാണ് ഈ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ എന്നെ അടുപ്പിച്ച ഒരു ഘടകം. പിന്നീട് സമാധാനത്തിന്റെ രാജകുമാരൻ എന്ന ചാപ്റ്റർ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ചാപ്റ്ററാണ്. അതിലെ സമാധാനത്തിന്റെ രാജകുമാരനെ ഞാനും ഗൂഗിൾ ചെയ്ത് നോക്കി. എന്നിരുന്നാലും ഞാൻ അതുകൂടി പറഞ്ഞോളൂ, എന്നിട്ട് അതിനുശേഷം ഞാൻ സംസാരിക്കാം. ഇനി റിഫ്ലക്ഷൻസ് ഒരു 1-2 വാക്യം പറഞ്ഞാൽ മതിയാവും വിഷ്ണു. ഇനി ചാപ്റ്റേഴ്സ് പറയണ്ട, അത്യാവശ്യം അതിന്റെ പറഞ്ഞ പോലെ അതിന്റെ ഒരു സസ്പെൻസ് പോകും. ഓക്കെ, ഇനി എന്ത് തോന്നി? ആ ബുക്ക് വായിച്ച് വളരെ ഫ്രീ ആയിട്ട് പറഞ്ഞു. ജോസഫ് സാറേ, ഈ പുസ്തകം എനിക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. വളരെയധികം, കാരണം ഞാൻ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്താണ് ഈ പുസ്തകം എനിക്ക് കിട്ടിയത്. ഇത് വായിച്ച കഴിഞ്ഞ ഉടനെ എനിക്ക് തോന്നിയ ഒരു ഫീലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെരുമഴ ഒഴിഞ്ഞുപോയ ഒരു അനുഭവമായിരുന്നു. കാരണം ഇതിലെ ഓരോ ജീവിതങ്ങളും ഞാൻ കണ്ടിട്ടുള്ളതും ഞാൻ അനുഭവിച്ചതിൽ ചില സാഹചര്യങ്ങളും എല്ലാം ഈ പുസ്തകത്തിൽ
വരുന്നുണ്ടായിരുന്നു. വളരെ വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ഞാനത് ഒന്ന് പറഞ്ഞോട്ടെ സാറേ? തീർച്ചയായിട്ടും. ഇതിലെ കൃഷ്ണേന്ദുവിന്റെ ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നല്ലോ സാറേ. Yeah. ഞാൻ 2017 പഠിക്കുമ്പോൾ, ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എനിക്ക് ലുക്കീമിയ എന്നുള്ളൊരു അസുഖം വന്നായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ ലേക്ക് ഷോറിൽ കിടക്കുമ്പോഴാണ് സാറിന്റെ യൂട്യൂബ് വീഡിയോസ് ഞാൻ ആദ്യമായി കാണുന്നത്. അന്ന് അതെനിക്ക് 4 ചുമരുകൾക്കുള്ളിൽ കിടക്കുമ്പോൾ എനിക്ക് വളരെയധികം ഒരു മോട്ടിവേഷൻ ആയിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പരിചയപ്പെട്ടിട്ടില്ലെങ്കിൽ കൂടിയും എനിക്ക് എൻ്റെ ഒരു സ്വന്തം സഹോദരനെ പോലെ എനിക്ക് തോന്നിപ്പോയ കുറച്ച് നിമിഷങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ 2021 ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി. ദൈവത്തിന്റെ ചാരന്മാരും അതുകൂടാതെ ബറീഡ് തോട്ട്സും ഇതെല്ലാം വായിക്കുമ്പോഴും എനിക്ക് വളരെയധികം അതിലെ കാര്യങ്ങളും സാറിനെ കാണണമെന്നും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇൻസ്റ്റഗ്രാമില് സാറിനൊരു മെസ്സേജ് അയച്ചിരുന്നു. പക്ഷേ അത് നിർഭാഗ്യവശാൽ അന്ന് സാറിന് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി ഇപ്പൊ ഈ പുസ്തകം വായിച്ചപ്പോൾ. അപ്പം റിപ്ലൈ ഒന്നും കിട്ടിയില്ല. പിന്നെ ഫേസ്ബുക്കിലും അയച്ചിരുന്നു. അവസാനം ഞാനൊരു കത്ത് എഴുതിയെങ്കിലും പിന്നീട് എനിക്ക് അഡ്രസ് ഒന്നും കിട്ടാത്തതിന്റെ പേരിൽ എനിക്ക് കത്ത് അയക്കുവാനും പറ്റിയിരുന്നില്ല. പക്ഷെ ഈ കൊറോണ സമയത്ത് വീട്ടിൽ ഐസൊലേറ്റഡ് ആയിട്ട് ഇരിക്കുമ്പോഴും ഈ പുസ്തകങ്ങളും സാറിന്റെ വീഡിയോസും എല്ലാം എനിക്കൊരു പ്രചോദനമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ അമ്മയോട് പറയുന്നത് ജോസഫ് ഏട്ടൻ എന്നാണ്. ഈ ബറീഡ് തോട്ട്സ് ഞാൻ വായിച്ചിട്ട് അത് എനിക്കൊരു ശീലമുണ്ട്. ഞാൻ വായിച്ചു കഴിഞ്ഞിട്ട് ആ പുസ്തകത്തിന്റെ താളുകളിൽ എന്ന് അത് വായിച്ചു തീർന്നു എന്നുള്ളത് കുറിച്ചിടാറുണ്ട്. 1/08/2021 11 മണിക്കാണ് ഞാൻ ഈ ബറീഡ് തോട്ട്സ് വായിച്ചു കഴിയുന്നത്. എന്നിട്ട് അത് ഞാൻ എൻ്റെ അമ്മയോട് ചെന്ന് പറഞ്ഞു കൊടുക്കുന്ന ആ നിമിഷം ഇപ്പോഴും എൻ്റെ ഉള്ളിൽ മായാതെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇറങ്ങിയ ഈ പുസ്തകമാണെങ്കിലും എനിക്ക് ഒരു ജീവവായു എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് ആരും കാണാത്ത യുദ്ധങ്ങൾ ഇതിലൂടെ എനിക്ക് കാണുവാൻ പറ്റി. ഇതിൽ വന്നിരിക്കുന്ന റോസി ആന്റി ആണെങ്കിലും റൂബി ചേച്ചി ആണെങ്കിലും റിച്ചാർഡ് അങ്കിൾ ആണെങ്കിലും ഇവരെ ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ കൂടിയും ഇവരെല്ലാം എൻ്റെ മനസ്സിൽ വളരെ ആഴത്തിൽ പതിഞ്ഞ വ്യക്തിത്വങ്ങളാണ്. വളരെയധികം റിലേറ്റബിൾ ആയിട്ടുള്ള ഒരുപാട് എലമെന്റ്സ് ഈ പുസ്തകം എനിക്ക് തന്നു. കണ്ണുകൾ നിറഞ്ഞു. ഇതിലെ അവസാന ഭാഗത്തുള്ള ആ കത്ത്, പ്രത്യേകിച്ച് ചേട്ടൻ സാറിന് എഴുതിയ ആ കത്ത്, അത് വായിച്ചു കഴിയുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് ധാരധാരയായിട്ടായിരുന്നു കണ്ണുനീർ പൊടിഞ്ഞിരുന്നത്. അത് എന്തുകൊണ്ട് എന്ന് എനിക്കിപ്പോഴും അറിയില്ല. പക്ഷെ വളരെയധികം ഹൃദയത്തിൽ പതിഞ്ഞിരിക്കുന്നു. താങ്ക് യു സർ. താങ്ക് യു ഫോർ ദ ബുക്ക്. ഓ, വെരി ബ്യൂട്ടിഫുൾ. ഞാൻ എല്ലാവരോടും ചെറിയ റിക്വസ്റ്റ് വയ്ക്കുകയാണ്. നിങ്ങളൊക്കെ ഇപ്പൊ കാണാൻ കൊള്ളാവുന്ന അവസ്ഥയിലാണെങ്കിൽ നമുക്ക് ഈ മനുഷ്യരോട് സംസാരിക്കാവുന്ന ഫീൽ കിട്ടാൻ നിങ്ങളുടെ വീഡിയോ ഓൺ ആക്കാൻ പറ്റും. ഞാനും ഓൺ ആക്കാം. നിങ്ങൾ ഓൺ ആക്കിയതിന് ശേഷം ഇഫ് യു ആർ കംഫർട്ടബിൾ, ഒരു നിർബന്ധമില്ല. റിവ്യൂ ചെയ്ത ആളുടെ പേര് അക്ഷയ്, എന്താ പേരെന്തായിരുന്നു? മൈക്ക് ഓൺ ആക്കിയിട്ട് പറയാം. സാറേ, ഞാൻ വിഷ്ണു നാരായണൻ. വിഷ്ണു. ഓക്കെ, എന്നെ ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. ഹായ്. ഒരു നിർബന്ധമില്ല കേട്ടോ. എനിക്കിങ്ങനെ കാണുമ്പോ എനിക്കിപ്പോ ഔസേ കുറ്റിപ്പരിക്കൽ സാറിനെ കാണാം, ബിന്ദു മിസ്സിനെ കാണാം, ഡോക്ടർ സാറിന്റെ പേര് കൃഷ്ണകുമാർ സാർ, കുറച്ചു പേർക്ക് ഇങ്ങനെ കാണാം. വിഷ്ണു, ഇതായിരുന്നു ആ 4 ലെറ്റേഴ്സ്. അതിപ്പോഴും ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഒരു ബുക്കിൽ ഒരു ചാപ്റ്റർ, ഇത് ഡിയർ അമ്മുമ്മ എന്ന് പറഞ്ഞ് ആകെ എഴുതിയതാണ്. ഡിയർ പേപ്പ എന്ന് പറഞ്ഞ അലക്സ് എഴുതിയതാണ്. ഇത് അരുൺ ഇംഗ്ലീഷിൽ തന്നെ എഴുതിയ, ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തത് മാത്രം. എനിക്കെന്താ പറയണ്ടേന്നൊന്നും അറിയില്ല. ഇത് വളരെ പെട്ടെന്ന് വന്നൊരു കാര്യമായിരുന്നു. എന്നോട് ഷൗക്കത്ത് സാറാണ്, ഷൗക്കത്ത് ഇക്കാന്നാണ് ഞാൻ വിളിക്കുക. ഞാൻ ഗുരുതുല്യനായി കാണുന്ന ഒരാളാണ്. നിങ്ങളിത് എല്ലാ ആഴ്ചയിലും ഇങ്ങനെ കൂടുക, മാസത്തിൽ ഒരിക്കലാണോ ഇങ്ങനെ കൂടെ?
എല്ലാ വ്യാഴാഴ്ചയും 4 വർഷമായിട്ട് ഇപ്പോൾ ഉണ്ട് സാർ. മനോഹരമായ കാര്യം. നിങ്ങൾ സ്പോർട്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഇന്ന് ഇന്ത്യയുടെ സെമി ഫൈനലാണ്. സഞ്ജു സാംസൺ 87 അടിച്ച് നമുക്ക് വീണ്ടും അഭിമാനമായി മാറിയിട്ടുണ്ട്. നല്ലൊരു സ്കോറിലേക്ക് ടീം പോകുന്നുണ്ട്. അപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ കളി എങ്ങനെ കാണുന്നത് ഇരുത്തിപ്പിടിക്കും സഞ്ജു എന്നോടുള്ള സ്നേഹത്തെ പ്രതി പുള്ളി ഔട്ടായി. അപ്പൊ വിഷ്ണു പറഞ്ഞ വരികൾ ഇങ്ങനെ ഞാൻ കണ്ണടച്ച് കേൾക്കായിരുന്നു. നമ്മളാരും കാണുന്നില്ലല്ലോ. ഞാനിങ്ങനെ ഇടയ്ക്കെപ്പോഴും എന്റെ കണ്ണ് നിറഞ്ഞു. അതായത് നമ്മളൊരു ഈ മുറിയിലൊക്കെ ഇരുന്നാണ് ഞാൻ ഓരോന്നൊക്കെ എഴുതിയിട്ടുള്ളത്, ആ പുസ്തകം എഴുതിയിട്ടുള്ളത്. അസാധ്യമായ വിധം ഈശ്വരനാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരാളാണ് ഞാൻ. അനുഗ്രഹം എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ സെലിബ്രിറ്റി ഇങ്ങനെ പബ്ലിക് ഫിഗർ ആയി എന്നുള്ളത് ഒരു പുസ്തകം ബെസ്റ്റ് സെല്ലർ ആയതോ അതിന്റെ ഒരു ആദ്യത്തെ 10 അനുഗ്രഹങ്ങളിൽ പോലും പെടില്ല. ഏറ്റവും വലിയ അനുഗ്രഹം ഞാൻ കൗണ്ട് ചെയ്യുന്നത് നല്ലൊരു അപ്പനമ്മയും നല്ല 2 ചേട്ടന്മാര്, നമ്മളെ അങ്ങേയറ്റം സ്നേഹപൂർവം സ്വന്തമെന്ന് കരുതി കൊണ്ടു നടക്കുന്ന കുറച്ച് ഗുരുക്കന്മാര്, 3-4 ഫ്രണ്ട്സ്. ഇതാണ് എൻ്റെ സമ്പാദ്യം. ഞാൻ വളരെ ചെറിയൊരു മനസ്സിന്റെ ഉടമയാണ്. എന്ന് വെച്ചെങ്കിൽ വളരെ കുട്ടി മനസ്സൊക്കെ ആയിരുന്നു എനിക്ക്. ചെറിയ കാര്യങ്ങൾ ഭയങ്കര സങ്കടം വരെയും. കുട്ടിക്കാലത്തൊന്നും ഒന്നും എഴുതുകയോ പ്രസംഗം പോലും പറഞ്ഞിട്ടില്ല. അത്ര പേടിത്തൊണ്ടനായിരുന്നു. സെമിനാരിൽ പോയി, അച്ഛനാവാൻ പറ്റിയില്ല, ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോന്നു, ഒരുപാട് കളിയാക്കൽ നേരിട്ടു. ഞാൻ ആദ്യമായി എഴുതിയ കുറിപ്പുകളൊക്കെ തീപ്പന്തം ജോസഫ് എന്ന് പറഞ്ഞാണ് എന്നെ കളിയാക്കിക്കൊണ്ടിരുന്നത്. ഞാനിങ്ങനെ ഓരോ തീപ്പന്തം ലൈനിൽ ഓരോന്നൊക്കെ എഴുതുന്നു പറഞ്ഞ്. പക്ഷെ എവിടേക്കോ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് മനുഷ്യരാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരാളാണ് ഞാൻ. ഞാൻ ഇങ്ങനെ എഴുതിയ ഏതോ വരികൾ ആശുപത്രി ചുവരുകൾക്കുള്ളിൽ എനിക്ക് എന്തൊക്കെയോ ഉപകാരപ്പെട്ടു എന്നറിയുമ്പോൾ ഞാൻ ഈശ്വരന് നന്ദി പറയുന്നു. എങ്ങനെ ഇത് അങ്ങനെ രീതിയിലേക്കൊക്കെ എങ്ങനെ നമ്മൾ എത്തി, നമ്മൾ എഴുതുന്ന വരികൾക്ക് ആരാണ് ആ ശക്തി നൽകിയെന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കലൊക്കെ ഉണ്ട്. പിന്നെ ഭയങ്കര ഭംഗിയായിട്ട് സംസാരിച്ചു. ഞാനത് മൊത്തം അത് ഇടയ്ക്ക് ഇടപെടാൻ കാരണം എല്ലാം ഭംഗിയായിട്ട് പറയുന്നുണ്ട്. ഒരുപക്ഷെ പിന്നെ ഇത് വായിക്കാൻ ആളുകൾക്ക് പിന്നെ അതൊരു ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് എനിക്ക് തോന്നിയോണ്ടാണ്. ഐ എം സോറി ഫോർ ദാറ്റ്. എനിക്ക് ഇത്തരം നിങ്ങളുടെ ഒരുമിച്ച് കൂടലുകളിൽ പൊതുവെ ഇങ്ങനെ ഗസ്റ്റ് ആയി വരുന്ന ആൾ എന്താണ് സംസാരിക്കുന്നതെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞു ഞാൻ അൺപ്രിപ്പയർഡ് ആണ്. എന്നോട് ഇന്ന് രാവിലെയാണ് വിളിച്ചു പറഞ്ഞത്. അപ്പോൾ ഞാനിങ്ങനെ രാവിലെ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഫാദർ ICUലായിരുന്നു. പുള്ളി ഒരു പള്ളിയിലച്ഛനാണ്. അപ്പൻ പെട്ടെന്നൊരു സ്ട്രോക്ക് വന്ന് ആശുപത്രിയിലായി. കയറി പോരില്ലെന്ന് പറഞ്ഞു, വെന്റിലേറ്ററിലായിരുന്നു. അപ്പോ കയറി പോന്നാലും ലിവർ ഡാമേജ് ആവും, കിഡ്നി ഡാമേജ് ഒക്കെ ഡാമേജ് ആവും, ബ്രെയിനിൽ മെമ്മറീസ് ഒക്കെ നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞു. അവന്റെ ഒപ്പം അവര് ഡോക്ടേഴ്സ് എത്തിക്കൊണ്ട് സമ്മറി പിടിച്ചേക്കുക, എപ്പോഴും ഈ വെന്റിലേറ്റർ ഊരണമെങ്കിൽ വരാൻ വെറുതെ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകാവുന്നുള്ളൂ. അപ്പൊ അവന്റെ ഒപ്പം ഞാൻ അങ്ങനെ ഇരിക്കുകയായിരുന്നു ഒരു 4 ദിവസം മുമ്പ് വരെ. അവൻ ഈ പേപ്പർ പിടിച്ചിട്ട് ഇത് അപ്പനങ്ങ് അത് ഊരി അപ്പം മരിക്കും. അവനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പനെ കൊണ്ടൊന്ന് മെട്രോയിൽ കയറണമെന്ന്. അപ്പൊ അവന് ആലോചിച്ചത് മുഴുവൻ ചെയ്യാമായിരുന്ന കുറെ നല്ല കാര്യങ്ങളായിരുന്നു. അപ്പനെ കൊണ്ടൊന്ന് ടൂർ പോവായിരുന്നു, അപ്പനോട് സുഖമാണോ എന്ന് ചോദിക്കായിരുന്നു. ഇവൻ പള്ളിയിലച്ഛനായതുകൊണ്ട് തന്നെ ഇവനോട് ഇച്ചിരി സ്നേഹം ഉണ്ടായിരുന്നു. ഒരു ചേട്ടനുണ്ട്, ചേട്ടനോട് ഇടയ്ക്കിടയ്ക്ക് ചേട്ടനൊപ്പം താമസിക്കുന്ന ഇടയ്ക്ക് ഒച്ചമകളൊക്കെ ഉണ്ട്. അപ്പൊ എപ്പോഴോ ഇയാളുടെ വിരലൊന്നും അനങ്ങി അത്രേ. ഈ ചേട്ടൻ ഓടി വന്ന്, ചേട്ടനൊക്കെ എന്നെ അറിയാം, എൻ്റെ അടുത്തോട് ഒരു ഹൗസ്ബേ ഞാൻ അപ്പനെ കയറി കണ്ടു, ആ വിരലൊക്കെ ഒന്ന് അനക്കി എന്ന് പറഞ്ഞ ഒറ്റ കരച്ചില്. ഒരു മനുഷ്യന്റെ വിരൽ അനങ്ങിയത് ഓർത്ത് നമ്മുടെ അപ്പന്റെ വിരൽ അനങ്ങുന്നുണ്ട് ഓർത്ത് നമ്മൾ എപ്പോഴും കരഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്തിനാണ്? എല്ലാ സാധനം അമ്മ ഒന്ന് ചിരിച്ചു, അമ്മ ഒരു ശ്വാസം എടുത്തു. ഇതൊന്നും നമുക്ക് വലിയ കാര്യങ്ങളല്ലോ. പക്ഷെ ഞാൻ നോക്കുമ്പോൾ ICUവിന്റെ മുമ്പിൽ ഒരു 40-ലൊത്തിരി ചെറുപ്പക്കാരൻ എന്റെ വിരലനീന്നൊരു പൊട്ടിക്കരയാണ്. അവിടെ നിന്ന് ഞാൻ എൻ്റെ വാട്സാപ്പ് ചാനലിലും എനിക്കറിയാവുന്നവരൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇഫ് വേർഡ്സ് ആർ പവർഫുൾ, ഇമാജിൻ പ്രയർ. വാക്കുകൾക്ക് ശക്തി ഉണ്ടെങ്കിൽ പ്രാർത്ഥനയ്ക്ക് എന്തൊരു ശക്തി ഉണ്ടാവും. ഞാൻ എൻ്റെ വാട്സാപ്പ് ചാനലിൽ എനിക്കൊരു 1 ലക്ഷത്തോളം അടുത്ത ആൾ വരുന്ന ഒരു വാട്സാപ്പ് ചാനലുണ്ട്. അതിലെല്ലാവരും പറയും എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അപ്പൻ ഇങ്ങനെ സ്ട്രഗിളിംഗ് ആണ്, അവൻ്റെ സ്വപ്നമുണ്ട് അവൻ്റെ അപ്പനെ മെട്രോ കൊണ്ടുപോകണം എന്നുള്ളത്. പ്രാർത്ഥിക്കുന്നൊക്കെ പ്രജയം നടക്കുന്നൊക്കെയാണ് നമ്മൾ വിശ്വസിക്കുക. പല മതത്തിലുള്ളവരുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുക. അങ്ങനെ 4-5 ദിവസം പ്രാർത്ഥനയ്ക്കായിരുന്നു. ഇന്ന് ആ മനുഷ്യനെ വെന്റിലേറ്ററിൽ നിന്ന് റൂമിലേക്ക് കൊണ്ടുവന്നു. ആള് നല്ലപോലെ ശ്വാസം എടുക്കുന്നു. തിരിച്ചിട്ട് ഞാനിത് പോയി കണ്ടു. ഞാൻ പറഞ്ഞു, അപ്പച്ച എത്ര പേരാണ് പ്രാർത്ഥിച്ചെന്നറിയോ? അവനിങ്ങനെ നമ്മളെ കെട്ടിപ്പിടിച്ച് കരയുന്നു. മനുഷ്യർ ഇത്രയും നിസ്സാരരാണ്. അപ്പന്റെ വിരൽ അനങ്ങാൻ വേണ്ടി ഇങ്ങനെ മുട്ടിപ്പായി പ്രാർത്ഥിച്ച 2 മക്കൾ. നമ്മുടെയൊക്കെ
മാതാപിതാക്കളെ, കൂടെ ഉള്ളവരെയൊക്കെ എത്രത്തോളം നമ്മൾ അവരുടെ ശ്വാസത്തെ പോലെ, ഇപ്പൊ അദ്ദേഹം ചെയ്യുന്ന എക്സസൈസ് നല്ലപോലെ ഊതുമ്പോൾ 3 ബോളുകൾ ഇങ്ങനെ മുകളിലേക്ക് പോകണം. ഊതനന്റെ പവർ അനുസരിച്ച് ഈ ശ്വാസം ലങ്സ് വികസിപ്പിക്കാനാണ്. ആ എക്യുപ്മെന്റിന് നല്ല വിലയുണ്ട്. ഒരു ശ്വാസത്തിന്റെ വിലയാണ് ഈ പറയുന്നത്. എനിക്ക് നിങ്ങളിവിടെ പുസ്തകത്തിന്റെ പേരിലാണെങ്കിൽ എന്തിന്റെ പേരിൽ നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ടേക്ക് യുവർ ഡിയർ വൺസ് സീരിയസ്ലി. ഞാൻ ഈ കൂട്ടുകാരുടെ എപ്പിസോഡ് കഴിഞ്ഞ് വന്ന ആദ്യത്തെ കാര്യം, എൻ്റെ അപ്പൻ 3 കൊല്ലമായി എന്നോട് പറയുന്നു വന്ദേ ഭാരത് കയറണമെന്ന്. ഞാൻ എൻ്റെ ടോക്ക് ഷോകളായിട്ട് ഓരോ തിരക്കിലും യാത്രയിലും ഞങ്ങൾ ഫാമിലി ആയിട്ട് കോഴിക്കോടേക്ക് പോലുള്ള വന്ദേ ഭാരത് ബുക്ക് ചെയ്ത മാർച്ച് 17-ാം തീയതി. അപ്പനെ വന്ദേ ഭാരത്, അപ്പൻ ഒരാഗ്രഹം പറഞ്ഞു വന്ദേ ഭാരത് കയറണമെന്ന്. നിസ്സാര കേസുള്ളൂ എനിക്ക്. എൻ്റെ ടോക്ക് ഷോകളുടെ തിരക്ക്, ബുക്കിന്റെ പ്രൊമോഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മളിതിങ്ങനെ വലിച്ചു നീട്ടി. എന്ത് ഒന്നും മനസ്സ് വെച്ചാൽ ഞങ്ങളത് നാളെ താമരശ്ശേരിക്ക് പോകുന്നുണ്ട്, ഞാനൊരു ടോക്കിന് അപ്പനെയും കൂടെ കൂട്ടി. അപ്പൊ അപ്പനങ്ങനെ അപ്പനോട് അപ്പം പറഞ്ഞോ താമരശ്ശേരി കാണാൻ, ഞാൻ വരുന്നുണ്ട്. അപ്പന് ഭയങ്കര ഇഷ്ടമാണ് നാടൊക്കെ കാണാൻ. അങ്ങനെ ഞാൻ 2 ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു, വന്ദേ ഭാരത് തന്നെ. ഞങ്ങൾ പ്ലാൻ ചെയ്യണേക്കാളും മുമ്പ് പോവാണ്. നാളെ രാവിലെ ഇപ്പൊ എന്റെ വൈഫ് എന്നെ ഡ്രസ്സൊക്കെ മടക്കി വെക്കായിരുന്നു. ഞാൻ അപ്പനും കൂടിയാ പോണേ. പണ്ടേ ചെയ്യാമായിരുന്നു. അപ്പൊ നിങ്ങളിപ്പോ എന്നെ കേൾക്കുന്ന ഇപ്പൊ 98 ആളുകൾ ഈ ഗ്രൂപ്പിലുണ്ട്. അടുക്കളയിലോ അപ്പുറത്തെ റൂമിലൊക്കെയോ ഈ അപ്പനമ്മയ്ക്ക് ഇരിക്കണ്ടാവും. അപ്പോ ഒന്ന് ഇപ്പൊ മാതാപിതാക്കൾ മരിച്ചുപോയവരുണ്ടാവാം, പ്രാർത്ഥനകൾ. അതിപ്പോ മക്കളാണെങ്കിലും ജീവനോടെയുള്ള മനുഷ്യരൊക്കെ ഭയങ്കര അത്ഭുതമാണ്. ഞാൻ ഈ ഒരിക്കൽ പോലും അങ്ങനെ ഒരു എഴുത്തുകാരൻ ഞാൻ എന്തിനാണ് ഈ ആരും കാണാത്ത യുദ്ധങ്ങൾ എഴുതിയതെന്ന് ചോദിച്ചാൽ മനുഷ്യർക്ക് ഹീലിംഗ് കിട്ടാനാണ്. ഒരു ലിറ്ററേച്ചർ വൈസ് ഒന്നും ഇതിലില്ല, ഒന്നുമില്ല. വെറുതെ കുറെ കഥകൾ എഴുതി വെച്ചോളൂ. ഇതൊരു ബെസ്റ്റ് സെല്ലറായി എന്നുള്ളത് ഇപ്പൊ 25,000 പ്രീ ബുക്ക് ഒക്കെ വന്നു. ഞാൻ അവരോട് പറഞ്ഞത് നമ്മൾ സെലിബ്രിറ്റി ആയതുകൊണ്ട് ആള് വാങ്ങിക്കുന്നതാണ്, സ്നേഹമുള്ളുണ്ട്. പിന്നെ ഇതിനു മുമ്പ് എഴുതിയ പുസ്തകങ്ങളൊക്കെ ഇച്ചിരി വിറ്റ് പോയതുകൊണ്ട് അതിന്റെ ഒരു ബാക്കപ്പ് ഉണ്ടാവും. ഇനി ഒരു 25,000 വിറ്റഴിയോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ആരും കാണാത്ത യുദ്ധങ്ങൾ എഴുതാൻ കാരണം ഈ റൂമിൽ എന്റെ മെയിൽ ബോക്സിൽ വിഷ്ണുവിനെ പോലെ ഒരുപാട് പേര് അവർ കടന്നുപോയ യുദ്ധങ്ങൾ പറയട്ടെ. കൃഷ്ണേന്ദു ക്യാൻസർ സർവൈവറാണ്. കൃഷ്ണേന്ദുവിന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോഴും ഒരു ഫോൾഡറിൽ ഞാനുമായിട്ട് നിൽക്കുന്ന ഫോട്ടോസാണ് എല്ലാം. അവൾ അധ്യാപികയായി, പിന്നീട് അവളുടെ വിദ്യാർത്ഥികളുടെ എല്ലാവരുടെയും കയ്യിൽ അവൾ പുസ്തകം കൊടുത്തിട്ട് ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തന്നു. ഞാൻ ചോദിച്ചു, കൃഷ്ണേന്ദു ഞാൻ എന്താ നിന്നോട് ചെയ്തിട്ടുള്ളത്? പറഞ്ഞു, ക്യാൻസർ വാർഡിലിരിക്കുമ്പോൾ മരുന്നുകളുടെ ഒപ്പം തന്നെ ഈ ബുക്കും വീഡിയോസും ഉപകാരപ്പെട്ടു. അപ്പൊ അങ്ങനെ കുറെ മനുഷ്യർക്ക് ഉപകാരപ്പെടാൻ എഴുതിയ പുസ്തകമാണ് ആരും കാണാത്ത യുദ്ധങ്ങൾ. ഞാൻ എഴുതിയ പുസ്തകങ്ങളിൽ അതിനെ 4-മതൊക്കെ ആയിട്ട് കരുതുള്ളൂ. ബാക്കി പുസ്തകങ്ങളൊക്കെയാണ് ലിറ്ററേച്ചർ വൈസ് ഒക്കെ ഇച്ചിരി നല്ലതെന്നൊക്കെ തോന്നുന്നത്. ആരും കാണാത്ത യുദ്ധം വെറുതെ ഇങ്ങനെ മനുഷ്യർക്ക് ഉപകാരം. ഞാൻ ഇടയ്ക്ക് അതെങ്ങനെ എടുത്ത് നോക്കും കേട്ടോ, വെറുതെ ഇങ്ങനെ മറച്ചു നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഓർഡിനറി ആണല്ലോ എന്നൊക്കെ എനിക്ക് തോന്നും. എന്താണെന്നറിയില്ല. പക്ഷെ ഇപ്പോ ഇത്ര ഭംഗിയായിട്ട് ഇത്രയും ആഴത്തിൽ ഈ ബുക്ക് ഇദ്ദേഹത്തിന് അത് കൊണ്ടുവന്ന് പറയുമ്പോൾ ഞാൻ എന്നെ തന്നെ അത്ര അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണില്ല. ഇപ്പോ ബുക്ക് തിരക്കേടില്ലെന്ന് തോന്നണം. ആളുകൾക്ക് ഉപകാരപ്പെടട്ടെ എന്നൊക്കെയാണ് ഞാനിപ്പോ ചിന്തിക്കുന്നത്. പിന്നെ ഇതൊരു പുസ്തക കൂട്ടായ്മ ആയതുകൊണ്ട് ഞാനൊക്കെ എഴുതാൻ ശ്രമിക്കുന്നത് മുഴുവൻ മനുഷ്യർക്ക് ഉപകാരപ്പെടാനാണ്. ഇപ്പോൾ വേറെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ഭയങ്കരമായ സാഹിത്യം അതിനെ നിഷേധിക്കുന്നതല്ല. പീപ്പിൾ ആർ ഇൻ ട്രബിൾ, ഓൾ ആർ ഗോയിങ് ത്രൂ ഹെൽ ലോട്ട് ഓഫ് പ്രോബ്ലംസ്. ഈ ഡിജിറ്റൽ മീഡിയയിൽ ഇഷ്ടംപോലെ വീഡിയോസും ആശ്വാസവാക്കുകളും ഉള്ളപ്പോൾ ഒരു പുസ്തകം മറിക്കുമ്പോൾ അവൻ കൊടുക്കുന്ന സമയത്തിന് അവൻ എന്ത് ഉപകാരം കിട്ടുന്നുണ്ട്? അവനെ തലോടുന്ന, അവന്റെ വേദനയിൽ ഒരു കാറ്റായി മാറുന്ന എന്തെങ്കിലുമൊക്കെ എഴുതണം, ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കഥ എഴുതണം എന്നൊക്കെ ഉള്ളൊരു അങ്ങനെ ചിന്തിക്കുന്ന റൈറ്ററാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, സുഭാഷ് ചന്ദ്രനോ ബെന്യാമിനോ ഒന്നും എന്റെ പുസ്തകം വായിക്കരുതെന്നാണ്. ഞാൻ സാറാ ജോസഫ് മാമിനെ ഈ അടുത്തിടയ്ക്ക് ഒരു ട്രെയിൻ യാത്ര കണ്ടിരുന്നു. ഞാൻ പറഞ്ഞു, മാം എൻ്റെ പേര് ജോസഫ്, ഞാൻ ഒരു എഴുത്തുകാരനാണ്. അവളുടെ മകളുണ്ട്, അവരും ഒരു എഴുത്തുകാരിയാണ്. സാറാ ജോസഫ് മാം പറഞ്ഞു, അയ്യോ എനിക്ക് നിങ്ങളറിയാം, നിങ്ങളുടെ ദൈവത്തിന്റെ ചാരമാർ പുസ്തകം അവർ വായിച്ചോ? ഇല്ല, അവർ വായിക്കരുത്. അത് എനിക്ക് എന്തൊരു ധൈര്യക്കുറവാണത്. കാരണം എന്തോ ഇറ്റ്സ് നോട്ട് എ സ്യൂഡോ ഹ്യൂമിലിറ്റി, ഞാനൊരു ഫേക്ക് ഹ്യൂമിലിറ്റി കാണിക്കുന്ന പോലുമല്ല. ഇങ്ങനൊരു ആ ലിറ്ററേച്ചറിൽ ഡെപ്ത് ഉള്ള ഒരു എഴുത്തൊന്നും എനിക്കുണ്ടോയെന്ന് ഞാൻ ഡൗട്ട് ചെയ്യുന്നു. മനുഷ്യർക്ക് ഉപകാരപ്പെടണം, അത്രയൊക്കെ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. പിന്നെ ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉള്ളത് ഐ ഹൈലി അപ്രീഷിയേറ്റ്. എല്ലാ വ്യാഴാഴ്ച നിങ്ങളിങ്ങനെ കൂടുന്നത് നിങ്ങളുടെ ഒരു ഇത് ആര് തുടങ്ങി വെച്ചതാണെങ്കിലും, നിങ്ങളുടെ കോളേജ് തുടങ്ങി വെച്ചതാണോ, ഏതൊരു അധ്യാപകന് ഇനീഷ്യേറ്റീവ് ആണോ, ആ സിംഗിൾ സ്റ്റെപ്പ് എടുത്തു വെച്ച ഒരാളുടെ ഡെപ്താണ്. ഇപ്പൊ 96 ആളുകൾ ഇപ്പൊ അപ്പുറത്ത് നിന്ന് ചിലപ്പോൾ സബോള അരിഞ്ഞിട്ടാണ് കേൾക്കണമെങ്കിൽ കൂടിയും
You guys are here. On a fine day, on a busy night, when India plays, you are here to discuss book. Unbelievable ആണത്. അത് നിങ്ങളുടെ കോളേജിനെ ഞാൻ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു. ഇതിന് ഇനീഷ്യേറ്റീവ് എടുത്ത ടീച്ചേഴ്സ് ആരാണെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. ആരാണെങ്കിലും ഇറ്റ്സ് എ ബിഗ് ഡീൽ. ഇത് വലിയൊരു കാര്യമാണ്. നിങ്ങൾ എല്ലാ തവണ ഇങ്ങനെ പുസ്തകങ്ങൾ ചർച്ച ചെയ്യണം, പുസ്തകങ്ങൾ വായിക്കണം. ഞാൻ എന്തുകൊണ്ട് പുസ്തകം വായിക്കുന്നു എന്ന് വെച്ചാൽ അതും കൂടി പറഞ്ഞാൽ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം അതിന് ശേഷം. ഞാനിപ്പോൾ പുസ്തകം വായിക്കുന്നത് 2 തരത്തിലാണ്. എൻ്റെ ടോക്കുകൾക്ക് പ്രിപ്പയർ ചെയ്യാം. എനിക്ക് നാളെ 1500 അധ്യാപകർക്കാണ് സെഷൻ താമരശ്ശേരിയിൽ. താമരശ്ശേരിയിലെ ഒട്ടുമിക്ക സ്കൂളുകളുടെയും ടീച്ചേഴ്സ് ഒരുമിച്ച് കൂടണം. 1500 ടീച്ചേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഒരു ടീച്ചിങ്ങിനെ കുറിച്ച് എന്ത് പറയണമെന്നാണ് എനിക്ക് ചില പ്രിപ്പറേഷൻസ് ആവശ്യമുണ്ട്. ടീച്ചിങ്ങിനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ ഇവിടെ എൻ്റെ ലൈബ്രറി ഇവിടെ ഒരെണ്ണമുണ്ട്. ഞാൻ അത്തരം പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. ഗിവ് ആൻഡ് ടേക്ക് എന്നൊരു പുസ്തകമുണ്ട്. ഫ്രം വെർ യു വാണ്ട് ഫ്രം വെർ യു വാണ്ട് ടു ഗോ എന്ന് പറയുന്ന പുസ്തകമുണ്ട്. കുറെ സയന്റിഫിക് പുസ്തകങ്ങൾ, അതുപോലെ ടെഡെക്സിൽ ടീച്ചിങ്ങിനെ കുറിച്ച് സയന്റിഫിക് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ, എൻ്റെ ജീവിതാനുഭവങ്ങൾ, അതൊക്കെ മിക്സ് ചെയ്ത് ഞാൻ സാധനം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം എൻ്റെ വായന സയന്റിഫിക് പുസ്തകങ്ങൾ വായിക്കും, അതോടൊപ്പം നല്ല കഥകളുള്ള പുസ്തകങ്ങൾ വായിക്കും, ഓട്ടോബയോഗ്രഫീസ് ഒരുപാട് വായിക്കും. എൻ്റെ വായന പ്രിപ്പറേഷൻ്റെ ഭാഗം കൂടിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഡിഫറെൻറ്റ് വായനയായിരിക്കും. ചിലപ്പോൾ സമയം കളയാനായിരിക്കാം, ചിലപ്പോൾ എൻ്റർടൈൻഡ് ആവാനായിരിക്കും, ചിലപ്പോൾ ത്രില്ലടിക്കാനായിരിക്കാം. അപ്പം എൻ്റെ വായന എന്നെ സഹായിച്ചിട്ടുള്ള ഇങ്ങനെ ഒരു പ്രിപ്പറേഷൻ്റെ ഭാഗവും. വായന ഇല്ലെങ്കിൽ ഞാൻ ഒന്നുമില്ല. ഞാൻ വായിക്കുന്ന ഇപ്പോൾ വായിച്ചെടുത്ത പുസ്തകം ഒരു മനുഷ്യനും 7 കൊടുമുടികൾ എന്നുള്ള. നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? വായിച്ചുള്ളവർക്ക് തംസപ്പ് ഇടാം, അല്ലെങ്കിൽ മറ്റേ പൂത്തിരി എത്തി അങ്ങനെ ചെയ്യട്ടെ. കുറച്ച് നാളിങ്ങനെ വരണുണ്ടായിരുന്നു. ഓക്കെ, ഇതിനകത്ത് അയാൾ പറയുന്നൊരു മനോഹരമായ വാചകം, ലോകത്തിലെ 7 കൊടുമുടി ഹയസ്റ്റ് പർവ്വതങ്ങൾ കീഴടക്കിയ മനുഷ്യനാണ്. അയാൾ പറയുന്നത് പ്രകൃതി തീർത്ത വിസ്മയങ്ങളുടെ മുമ്പിൽ മനുഷ്യനിർമ്മിതങ്ങളായ അത്ഭുതങ്ങളൊക്കെ എന്ത്, പക്ഷെ ഒന്നുണ്ട്, മനുഷ്യൻ നിർമ്മിക്കുന്ന സൗഹൃദങ്ങൾ. 40 ലക്ഷം രൂപ വേണം എവറസ്റ്റ് കയറാൻ. ഞാൻ വിചാരിച്ചിരുന്നു നമുക്കൊക്കെ ഇച്ചിരി ചങ്കൂറ്റോ എക്സസൈസ് ഒക്കെ എവറസ്റ്റ് കയറാന്നാണ്. 40 ലക്ഷം കൊടുക്കണം. അയാള് പറയുന്ന കാര്യം 40 ലക്ഷം പുള്ളിക്ക് വേണ്ടി അതിനകത്ത് ഏതാണ്ട് 25 ലക്ഷത്തോളം സമ്പാദിച്ചു കൊടുത്ത് കൂട്ടുകാരുടെ സമ്പാദിച്ചു കൊടുത്ത പൈസ സൗഹൃദത്തിൽ ചവിട്ടിയാണ് ഞാൻ എവറസ്റ്റ് കയറിയെന്നൊരു വരിയുണ്ട്. ഞാൻ നാളെ അധ്യാപകരോട് ടോക്കിന് പോകുമ്പോൾ ഞാൻ പറയുമായിരിക്കും, നിങ്ങളുടെ മേത്ത് ചവിട്ടിയിട്ടാണോ ഒരാള് നക്ഷത്രങ്ങളെ പിടിക്കാൻ പോകുന്നത്? എനിക്കതിന്റെ പ്രിപ്പറേഷന് ഇത്തരം പുസ്തകങ്ങൾ സഹായിക്കും. ഇന്നത്തെ കാലത്ത് കണ്ണി കണ്ടതെല്ലാം കണ്ടന്റ് ആണല്ലോ. അങ്ങനെയാണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയുടെ പ്രിൻസിപ്പിൾ. കണ്ടതെല്ലാം കണ്ടന്റ് എന്നുള്ളതാണ്. ഞാനിപ്പോൾ വീഡിയോസ് ഒന്നും ചെയ്യാറില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഞാൻ പഴയ വീഡിയോസ് ഒക്കെയാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരുന്നത്. ഞാൻ ഒരു റിച്ച് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള എന്തെങ്കിലും സ്ട്രൈക്ക് ചെയ്താൽ പറയാം എന്ന് കരുതി വെയിറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം എൻ്റെ വായന പ്രിപ്പറേഷന്റെ ഭാഗവും മനുഷ്യർ ഉപകാരപ്പെടുന്ന എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണം എന്നുള്ള ചിന്തയിലൊക്കെയാണ് എൻ്റെ വായന പോകുന്നത്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങളുടെ മൈക്ക് ഓൺ ആക്കി ചോദിക്കാം, ഞാൻ ഉത്തരം പറയാം. ഇന്ത്യയുടെ ബോളിംഗ് ആരംഭിക്കുന്നവരെ നമുക്ക് സമയമുണ്ട്. എഴുത്തനുഭവങ്ങളും ജീവിതാനുഭവങ്ങളും പങ്കുവച്ച് പ്രിയപ്പെട്ട ജോസഫ് അന്നൻകുട്ടി സാറിന് ഹൃദ്യമായ നന്ദി. ജോസഫ് അന്നൻകുട്ടി സാറിനോട് തന്നെ പുസ്തകത്തെക്കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. സാറിനോട് സംസാരിക്കാൻ ഈ മീറ്റിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഗുഡ് ഈവനിങ് സർ. ഫീലിംഗ് സോ ബ്ലെസ്ഡ്. ആദ്യം തന്നെ ലൈക്ക് ഈ ഒരു ഒച്ച ഇങ്ങനെ നേരിട്ട് അനുഭവിക്കാൻ പറ്റുന്നത് അതൊരു ബ്ലെസ്സിങ് ആയിട്ട് കാണുകയാണ്. ആൻഡ് എനിക്ക് ഒരു ക്യൂരിയോസിറ്റി ആയിട്ട് ചോദിക്കുകയാണ്, ലൈക്ക് ഇത് നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ വേദനകളെ പറ്റിയിട്ട് ഓർമ്മകളാണല്ലോ എഴുതിയിട്ടുള്ളത്. അപ്പൊ എഴുതുമ്പോൾ അതൊരു ഹീലിംഗ് പ്രോസസ്സും കൂടിയാണല്ലോ. അത് ഹീലിംഗ് പോലെ തന്നെ അനുഭവപ്പെട്ടോ എന്നുള്ളതാണ്. അതായത് എഴുതിയപ്പോൾ ആ വേദനകൾ വീണ്ടും വിസിറ്റ് ചെയ്ത് അതൊരു ഭാരം കൊണ്ടുവന്നോ, അതോ എഴുത്തിലൂടെ അത് കുറച്ചും കൂടി ലൈറ്റായി മാറിയോ? എന്തായിരുന്നു അപ്പോഴത്തെ ആ എഴുതിന്റെ സ്റ്റേജുകളിൽ ഉണ്ടായിരുന്ന ഒരു ഫീലിങ്സ് ഒക്കെ എന്തായിരുന്നു എന്നുള്ളത് അറിയാൻ താല്പര്യം. നല്ല ചോദ്യം. 2 തരത്തിലും ബാധിച്ചിട്ടുണ്ട്. ഒന്ന്, എന്നെ സ്നേഹിച്ചത് ചില മനുഷ്യനെ സ്നേഹിച്ചത് ഞാൻ ഓർത്തെടുത്ത് എഴുതിയപ്പോൾ, പ്രത്യേകിച്ച് നല്ലപ്പൻ എഴുതി കഴിഞ്ഞപ്പോൾ വിഷ്ണു കരഞ്ഞു എന്ന് പറഞ്ഞു. എൻ്റെ ക്ലൈമാക്സിൽ ഞാൻ എന്തോരം കറഞ്ഞിട്ടുണ്ടാവും. ഞാൻ എൻ്റെ ചേട്ടൻ്റെ സ്നേഹം വീണ്ടും ഓർത്തോർത്ത് ഞാൻ അതിനകത്ത് ഇങ്ങനെ നനഞ്ഞു കയറായിരുന്നു. അതെന്നെ വിമലീകരിച്ചായിരുന്നു. ആദ്യത്തെ ചാപ്റ്ററിന്റെ ബ്രേക്കപ്പിനെ കുറിച്ചിട്ടാണ്. ഞാനത് എഴുതിയ സമയത്ത് ഞാൻ ആ കുട്ടിക്ക് എഴുത്തിനോട് ഞാൻ അവൾക്ക് മാപ്പ് കൊടുത്തായിരുന്നു.
എൻ്റെ ഉള്ളില്. ഇനി ഒരു തരത്തിൽ അവളെക്കുറിച്ച് ആരോടും എന്തെന്ന് ചോദിച്ചാൽ അതങ്ങനെ വർക്കായില്ല, ഓരോ മനുഷ്യരല്ലേ എന്നുള്ളൊരു ഒരു കാര്യത്തിലേക്ക് അതിനെ ഒതുക്കുക. അപ്പോൾ 2 തരത്തിലുള്ള എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ചില പെയിൻ നമ്മളെ ഞാൻ വിവാഹത്തിന് മുമ്പ് ഒരു 3-4 കൊല്ലം മുമ്പാണ് ആ ബ്രേക്കപ്പ് ചാപ്റ്റർ എഴുതുന്നത്. അന്ന് എഴുതുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഫ്രസ്ട്രേഷനാണ് വരുന്നത്, കുറച്ചുകൂടി ഇവരെ മോശമായിട്ട് ചിത്രീകരിക്കണോ, ആ വേദനയോട് കടന്നു പോകണം. പിന്നെ നോ നോ നോ, നമ്മളതിന് ഭംഗിയായിട്ട് തന്നെ എഴുതുന്നു. അവസാനം ഞാൻ ആ കുട്ടിക്ക് ആശംസകൾ എന്ന് പറഞ്ഞാണ് ഞാൻ ചാപ്റ്റർ നിർത്തിയിരിക്കുന്നത്. അപ്പൊ അത് നമ്മളെ വിമലീകരിക്കുന്നുണ്ട്, പഴയ വേദനകളെ നമ്മൾ ഒന്നുകൂടി കാണിച്ചിട്ടൊന്ന് വീശി തരുന്നുണ്ട്. അതാണ് അതിന്റെ കറക്റ്റ് ഉത്തരം തോന്നുന്നത്. താങ്ക് യു. താങ്ക് യു സർ. ജോസഫ് കോളേജിന്റെ പ്രിൻസിപ്പലാണ്, സുസ്മിത ടീച്ചറാണ്. ഹായ് മാം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. വളരെ എന്താ പറയുക, ആശ്ചര്യത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് ഈ ക്ലാസ്സിൽ ഇരുന്ന. കാരണം മാർച്ച് 2 മാതൃഭൂമി വരാന്ത പതിപ്പില് സാറിനെ കുറിച്ചുള്ള സാറിന്റെ സുന്ദരമായ ആകസ്മികതകളാണ് എൻ്റെ ജീവിതം എന്നുള്ള ആർട്ടിക്കിളും സാറിന്റെ ഫസ്റ്റ് ചാപ്റ്ററും ഒക്കെ വായിച്ചു. അപ്പോഴാണ് അടുത്ത ആഴ്ച തന്നെ ഈ ഒരു ജോസഫിന്റെ ഒരു ബുക്കാണ് നമ്മൾ അവതരിപ്പിക്കുന്നതെന്നും ഒക്കെ മനസ്സിലാക്കി ഭയങ്കര സന്തോഷം തോന്നി. അത് ഞങ്ങളുടെ തന്നെ പ്രിയപ്പെട്ട സ്റ്റുഡന്റ്, പൂർവ്വ വിദ്യാർത്ഥി വിഷ്ണുവിന് ആ പുസ്തകം വളരെ ഉപകാരപ്പെട്ടു എന്ന് അറിഞ്ഞതിലൊക്കെ വളരെ സന്തോഷം. ഈ ഒരു വ്യാഴാഴ്ച നമ്മുടെ കോളേജിലെ തന്നെ അധ്യാപകനായ കൃഷ്ണകുമാർ സാറാണ് തുടങ്ങി വെച്ചിട്ടുള്ളത്. കൂടെ ലിറ്റററി ക്ലബിന്റെ വഹിക്കുന്ന ഹീര ടീച്ചറും ഈ 2 പേരും കൂടിയാണ് ഈ ഒരു പ്രോഗ്രാം തുടങ്ങി വെച്ചിട്ടുള്ളത്. അന്ന് തുടങ്ങി ഏകദേശം 4 വർഷമായി എല്ലാ ആഴ്ചയും വ്യാഴാഴ്ച നമ്മളൊരു പുസ്തകം നമ്മുടെ തന്നെ കുട്ടികൾ അവതരിപ്പിക്കും. അതിനോടൊപ്പം അതിന്റെ എഴുത്ത് അനുഭവം പങ്കുവയ്ക്കുവാനായിട്ടുള്ള ചിലപ്പോൾ എഴുത്തുകാരിയോ ഇതുപോലെ തന്നെ ഞങ്ങളോടൊപ്പം യോജിക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി ആളുകളെ പരിചയപ്പെടുവാനും പുസ്തകങ്ങൾ കേൾക്കുവാനും പുസ്തകങ്ങളോടുള്ളൊരു അറിവും ആഗ്രഹവും ഒക്കെ ഈ പ്രോഗ്രാമിലൂടെ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ കോളേജിലെ അധ്യാപകരും കുട്ടികളും മാത്രമല്ല, വായനയെ സ്നേഹിക്കുന്ന ധാരാളം ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അത് വളരെ നല്ലൊരു പ്രോഗ്രാമായി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇതുപോലെയുള്ള നല്ല പുസ്തകങ്ങൾ ഞങ്ങൾക്ക് കേൾക്കാനും അപ്പോൾ അത് വായിക്കാനുള്ള ഇഷ്ടവും ഒക്കെ ഞങ്ങൾക്ക് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഇത്രയും തിരക്കിന്റെ ഇടയിലൊക്കെ ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൽ വന്നതിൽ വളരെ സന്തോഷവും നന്ദി അറിയിക്കുകയാണ്. ഇനിയും എല്ലാവർക്കും എന്താ പറയാ, ജീവിതം ജീവിക്കാൻ മുന്നോട്ട് പോകാനുള്ള പ്രേരണ നൽകുന്ന ധാരാളം പുസ്തകങ്ങൾ എഴുതാൻ സാറിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യാണ്. താങ്ക് യു. വെൽക്കം. താങ്ക് യു. ജോസഫ്, എൻ്റെ പേര് ഔസഫ് എന്നാണ്. നമ്മൾ രണ്ടുപേരും പേരൊക്കെ ഒന്ന് തന്നെയൊക്കെ. ഞാൻ നേരിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ 1-2 പുസ്തകങ്ങളൊക്കെ ജോസഫിന്റെ വായിച്ചിട്ടുണ്ട്. ഞാനിപ്പോ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആരും കാണാത്ത യുദ്ധങ്ങളെ പറ്റി നമ്മളിപ്പോ സംസാരിക്കുന്നത് ഒരു ഭയങ്കര യുദ്ധത്തിന്റെ ചുറ്റുപാടിൽ നിന്നുകൊണ്ടാണ്. അപ്പോഴോ മാതാപിതാക്കളോടും മറ്റുള്ളവരോടും സഹചര്യത്തോടുള്ള സ്നേഹത്തെക്കുറിച്ചൊക്കെ ഇപ്പൊ ജോസഫ് സംസാരിച്ചപ്പോ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഈ യുദ്ധത്തിൽ മരിച്ചു പോകുന്ന അഥവാ സർവൈവ് ചെയ്യുന്ന കുഞ്ഞുങ്ങള് അവരുടെ മാതാപിതാക്കൾ നഷ്ടപ്പെടുന്ന അവസരത്തിൽ വാവിട്ട് കരയുക അല്ലാതെ അവർക്ക് വേറെ മാർഗമൊന്നുമില്ല. നേരെ തിരിച്ചും മാതാപിതാക്കള് കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടുന്നു, പരസ്പരം എല്ലാവരും ഇല്ലാണ്ടാവുന്നു, ആർക്കോ വേണ്ടി യുദ്ധം നടത്തുന്നു, പൊലിഞ്ഞു പോകുന്നത് ഈ സാധാരണ നമുക്കറിയാവുന്ന പോലെ ഒന്നും ചെയ്യാത്ത മഹാഭാവങ്ങളാണ് മരിച്ചു പോകുന്നത്. അപ്പോ ഈ അത്തരം യുദ്ധങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന യുദ്ധങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഈ തീമഴയേക്കാളും ഭയങ്കര കാഠിന്യമുള്ള യുദ്ധങ്ങൾ, മനസ്സിൽ നടക്കുന്ന യുദ്ധങ്ങൾ. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ പുസ്തകങ്ങളിൽ പ്രതിപാദിച്ചത്, ഈ വായനയോട് നടത്തിയ ആള് പ്രതിപാദിച്ചതിന് ആവശ്യത്തെക്കുറിച്ച് തന്നെയാണ്. ജോസഫിന്റെ കഥകളും അതൊക്കെ തന്നെയാണ്. അപ്പോൾ മനുഷ്യന് ആശ്വാസം നൽകുന്ന കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് വളരെ സന്തോഷം തരുന്ന കാര്യമാണ്. അപ്പോൾ മനുഷ്യനെ ഇപ്പൊ ജോസഫ് പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര സാഹിത്യം വായിച്ച് മനുഷ്യൻ പണ്ഡിതനാകേണ്ട ഒരു അവസ്ഥയിലല്ല കാലഘട്ടം കടന്നു പോകുന്നത്. ഇന്ന് അവന് ഈ ടോണിക്ക് പോലെ ഒരു സമാധാനത്തിന്റെ ടോണിക്കിന്റെ ആവശ്യമുള്ള സമയം ഇപ്പോൾ. അല്ലാതെ
വേൾഡ് ലിറ്ററേച്ചർ മുഴുവൻ വായിച്ച് പണ്ഡിതനായി ആരോടെങ്കിലും ക്ലാസ് എടുക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലൂടെ അല്ല ആലോചിക്കണം. ഭയങ്കരമായ സംഘർഷത്തിലൂടെ മനുഷ്യൻ എല്ലാ രീതിയിലും കടന്നു പോകുന്നത്. ഇപ്പൊ എന്നോട് കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ കുറെ ആൾക്കാർ പറയുന്നത് ചൂട് കൂടിയിട്ടാണോ എന്ന് അറിയാൻ പാടില്ല. നമ്മുടെ ആൾക്കാർ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തിന് തല്ലാൻ വരികയാണ്. അത് മറുപടി പറയുകയോ അല്ലെങ്കിൽ അതിനൊരു സമാധാനമായിട്ടൊരു ആൻസർ പറയുന്നതിന് പകരം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് നേരെ അരിശപ്പെടുകയോ ദേഷ്യപ്പെടുകയും ചെയ്യുന്ന ഒരു മാനസികാവസ്ഥ മനുഷ്യനെന്ന്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഇതൊരു പുസ്തകങ്ങളും ജോസഫിന്റെ ഈ സംഭാഷണങ്ങളും ഒക്കെ ഒരു ലേപനമായിട്ട് തീരുന്നു എന്നുള്ളൊരു ഒത്തിരി സന്തോഷം. നേരിട്ടെപ്പോഴെങ്കിലും നമുക്കൊരു ദിവസം കാണാം. ഇതിനെല്ലാം കാരണഭൂതനായിരിക്കുന്നത് നമ്മുടെ സുസ്മിത ടീച്ചർ, SNM ട്രെയിനിങ് കോളേജിലെ കുറെ ആൾക്കാരൊക്കെ. ഞാൻ ഇതിനകത്തൊന്നും ഒരു നേരിട്ട് SNM കോളേജുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ പുറത്തുനിന്ന് പങ്കെടുക്കുന്നതാണ്. ഈ നല്ല ഇനിഷ്യേറ്റീവ് തുടങ്ങി വെച്ച കൃഷ്ണകുമാർ സാറ്, ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഹിര ടീച്ചർ, സുസ്മിത മാഡം, ഞാൻ ഇവരുടെയൊക്കെ അടുത്ത് നേരിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഒരുവിധപ്പെട്ട ക്ലാസ്സുകളിലൊക്കെ ഞാൻ പങ്കെടുക്കുന്നുമുണ്ട്, ഈ വായനാവാരത്തിലെ ക്ലാസ്സുകളിലൊക്കെ. അപ്പോൾ നല്ല ഇനിഷ്യേറ്റീവ്. താങ്ക് യു സോ മച്ച്. കാണാൻ കേട്ടോ. താങ്ക് യു. ഹായ്, കേൾക്കാവോ? കേൾക്കാം. ഓക്കെ, ഹായ്. സോ എന്നെ ആക്ച്വലി ഇൻവൈറ്റ് ചെയ്തത് വിഷ്ണു ആണ് ഇവിടെ ബുക്ക് പ്രസന്റ് ചെയ്ത്. താങ്ക് യു സോ മച്ച് വിഷ്ണു, ബിക്കോസ് ഇത് വാസ് സച്ച് എൻ ഓവർവെൽമിങ് എക്സ്പീരിയൻസ്. എസ്പെഷ്യലി ഞാനൊരു ഈ ബുക്ക് ഒരു 80% ത്രൂ ആയി, ആൻഡ് ഐ മസ്റ്റ് സേ ഇറ്റ് ഫെൽറ്റ് ലൈക്ക് എ ഹഗ്. കുറേ പാർട്സ്, എസ്പെഷ്യലി ദ റിജക്ഷൻ പാർട്ട്, പിന്നെ അബൌട്ട് ടേക്കിംഗ് കെയർ ഓഫ് പേരൻസ്. സോ കുറേ കാര്യങ്ങളൊക്കെ. ആൻഡ് ഇത് ആക്ച്വലി എൻ്റെ സെക്കൻഡ് ബുക്ക് ചേട്ടൻ എഴുതിയ. സോ ഞാൻ ഏറ്റവും ആദ്യം വായിച്ചത് സ്നേഹം കാമം ഭ്രാന്ത, ആൻഡ് അതിലെ സ്റ്റോറി സഹല ഇസ് സ്റ്റിൽ ഇൻ മൈ ഹാർട്ട്. സോ അത്രയും അത് യുനോ ഇറ്റ് സ്റ്റേസ് ഇൻ മൈ ഹാർട്ട് ഫോർ എവർ. സോ ഞാനത് എൻ്റെ ഫ്രണ്ടിനും വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു, ദാറ്റ് യു ഷുഡ് റീഡ് എന്ന് സജസ്റ്റ് ചെയ്ത് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ തിങ്ക് ഐ വിൽ സജസ്റ്റ് ദി സെയിം ബുക്ക് അഗൈൻ. ഈ ബുക്കും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എസ്പെഷ്യലി ഒത്തിരി ആൾക്കാരുടെ ഒപ്പീനിയൻ പോലെ ഇറ്റ്സ് വെരി റോ ആൻഡ് സാഹിത്യം എന്ന പാർട്ടിനെക്കാട്ടിലും ഐ ബിലീവ് കുറച്ചുകൂടെ റോ ആൻഡ് ഒത്തൻറ്റിക് എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യുമ്പോഴാണ് ദാറ്റ് we become more humane, we become more empathetic to people, I believe. So I think it was such a, I mean, it is still a great reading experience. എനിക്കിനിയൊരു 20% മാത്രമേ വായിച്ചു തീർക്കാനുള്ളൂ. ആൻഡ് താങ്ക് യു സോ മച്ച് അഗൈൻ. ഹലോ സർ, ശരണ്യാണ് പേര്. പയ്യന്നൂരിൽ നിന്നാണ്. എനിക്ക് കോളേജായിട്ട് ബന്ധമൊന്നുമില്ല, എന്നെ ആരും ക്ഷണിച്ചതുമല്ല. ഫ്രണ്ട് സ്റ്റാറ്റസ് ഇട്ട് കണ്ടപ്പോൾ ചാടി കയറി ജോയിൻ ചെയ്തതാണ്. അപ്പോൾ പണ്ടുകാലം എന്ന് പറഞ്ഞാൽ PG ഒക്കെ പഠിക്കുന്ന സമയത്തെ കാണണം എന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. കാരണം ഹോസ്റ്റൽ ടൈമിലൊക്കെ ബറീഡ് തോട്ട്സ് വായിച്ചിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പം അന്ന് തൊട്ടേ എന്താ പറയുക, എന്തോ ഒരു മനുഷ്യരെ അടുപ്പിക്കുന്ന എന്തോ ഒരു കാരണം ആ പുസ്തകങ്ങളിലുണ്ട്. അപ്പം ഞാനിപ്പോൾ ഒരു കോളേജിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ആക്ടിവിറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു ബുക്ക് റിവ്യൂ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ കുട്ടികൾ പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം സാറിൻ്റെ കൂടിയാണ്. അപ്പോൾ അതാണ് കുട്ടികൾക്ക് കൂടി എന്താ പറയുക, അവർക്ക് കൂടുതൽ അടുപ്പം തോന്നുന്ന രീതിയിൽ പുസ്തകങ്ങൾ വായിക്കാനും അനുഭവങ്ങൾ പങ്കുവയ്ക്കാനൊക്കെ സാറിൻ്റെ പുസ്തകങ്ങളൊക്കെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷം കൂടി പങ്കുവയ്ക്കാനുള്ളതാണ്. താങ്ക് യു സർ. ഹലോ, എൻ്റെ പേര് ധന്യ എന്നാണ്. ഞാൻ ടീച്ചറാണ്, ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അപ്പൊ ഞാൻ ആകെ 2 പുസ്തകമാണ് വായിച്ചത് കേട്ടോ. ഈ പുസ്തകം വായിച്ചിട്ടില്ല, ദൈവത്തിന്റെ ചാരന്മാരും പിന്നെ സ്നേഹം കാമം ഭ്രാന്ത്, അതും. ആ 2 പുസ്തകമാണ്. അപ്പൊ അതില് ഞങ്ങളുടെ സ്കൂളില് ഞാൻ +2 പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു കുട്ടി ഞാനിങ്ങനെ വായിക്കാൻ വല്ലാണ്ട് മോട്ടിവേറ്റ് ചെയ്യണ ഒരാളാണ്. അപ്പൊ ഇങ്ങനെ വന്നപ്പോ എന്നോട് പറഞ്ഞത്, അവള് മേരി മാഗ്ദലിൻ എന്നാണ് ആ കുട്ടിയുടെ പേര് കേട്ടോ. അപ്പൊ അവള് ഇങ്ങനെ പറഞ്ഞപ്പോ മിസ്, എവിടെ എനിക്ക് ഇഷ്ടമുള്ള ഒരു പുസ്തകവും ഇല്ല വായിക്കാൻ, അതുകൊണ്ടാണ് ഞാൻ വായിക്കാത്തത്. എനിക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ ഞാൻ വായിക്കുള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചത്, നിനക്ക് ഏതാ പുസ്തകം ഇഷ്ടം? അപ്പൊ പറഞ്ഞു, എനിക്ക് ദൈവത്തിന്റെ ചാരന്മാര് വായിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് അതിനു വേണ്ടി സ്കൂളിൽ ആ പുസ്തകം ഇല്ല, എന്നിട്ട് ഇരിങ്ങാലക്കുട വരെ പോയി ഞാൻ ബുക്ക് വാങ്ങി കൊണ്ടുവന്ന് വെച്ചു. അപ്പൊ ഈ പുസ്തകം കണ്ടപ്പോ പിന്നെ ആ സ്കൂളിലുള്ള എല്ലാവരും ഇത് വായിക്കാനുള്ള എല്ലാവർക്കും അറിയാം, പുസ്തകത്തെ പറ്റി കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് വായിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റിങ്. ആദ്യമൊക്കെ ഈ
കോട്ടുകളും കാര്യങ്ങളൊക്കെ മറിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്കത് വായിക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ ഉണ്ട്. അങ്ങനെ ഇത് വായിക്കാനുള്ള ഒരു ഇതില് പ്രിൻസിപ്പാള് ഫസ്റ്റ് തന്നെ അതെടുത്ത് പുസ്തകം അവിടെ എടുത്ത് വെച്ചു. ഇനി വായിച്ചിട്ട് തരാം. ഒരാഴ്ച കഴിഞ്ഞ് കുട്ടികൾ ഇങ്ങനെ അക്ഷമരായിട്ട് വരിക. എന്നിട്ട് പിന്നെ അതിന്റെ 2-3 കോപ്പിയും വാങ്ങിച്ച് നമ്പർ ഇടാം എന്ന് പറഞ്ഞ് പ്രിൻസിപ്പാളിന്റേത് കൊണ്ടുവന്നിട്ടൊക്കെയാണ് ഈ കുട്ടിക്ക് ഇത് കൊടുക്കുന്നത്. അവള് വായിച്ചു തുടങ്ങുന്നത് ഈ ദൈവത്തിന്റെ ചാരന്മാരിൽ നിന്നാണ്. എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യമാണ്. അങ്ങനെ ഒരു കാരണം അതിലെ സാഹിത്യം ഇല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പറയണ്ട. അങ്ങനെയല്ല അതിന്റെ. നമ്മൾക്ക് വായിക്കുമ്പോൾ ഒരു മനസ്സംസ്കരണം നടക്കണമല്ലോ. അവിടെ അത് സംഭവിക്കുന്നുണ്ട്. പിന്നെ നല്ല ഫ്ലുവന്റ് ആയിട്ടുള്ള നല്ല ഒഴുക്കുള്ളൊരു അവതരണമാണ്. ഞാൻ ഈ ഇൻസ്റ്റഗ്രാമിലും വീഡിയോസ് ഒക്കെ ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാ. അന്നംകുട്ടിയുടെ എല്ലാ ഒരുവിധപ്പെട്ട എല്ലാം കാഫെസ്റ്റിൽ വന്നപ്പോ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവം ഉണ്ട്. അപ്പൊ ആ ഒരു ഒഴുക്കുള്ള ഒരു ഭാഷ, ഇങ്ങനെ ഒഴുകി ഒഴുകി ഇറങ്ങുന്ന ഒരു ഭാഷ അതിനകത്ത് ഉണ്ട്. നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കുന്ന ഒരു സംഗതി അതിന്റെ അകത്തുണ്ട്. അതിലൊരു സോൾ ഉണ്ടല്ലോ. അപ്പൊ പിന്നെ അതിന്റെ അകത്ത് നമ്മളിങ്ങനെ മറ്റേ മുഖ്യധാര സാഹിത്യം അങ്ങനെ വലിയ സാഹിത്യം അതൊന്നല്ല. നമ്മൾക്ക് വായിച്ചാ നമ്മൾക്ക് ഫോണ്ട് ചെയ്യാം എന്നുള്ളൊരു സാധനം ഉണ്ട്. ചില ആ സ്നേഹം കാമം ഭ്രാന്തിയിലൊക്കെ ഉണ്ടായ ചില അനുഭവങ്ങളൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉള്ളിലേക്ക് നമുക്ക് തന്നെ ചില സമയത്തൊക്കെ വല്ലാണ്ട് ഫീൽ ചെയ്യുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു ക്യാൻസർ സർവൈവലിന്റെ ഒരു ഇഷ്ടത്തെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു അനുഭവമൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ അതൊക്കെ വല്ലാതെ ഇങ്ങനെ ഓർക്കാറൊക്കെ ഉണ്ട്. അപ്പൊ വളരെ സന്തോഷം. ഇങ്ങനെ ഒരു വേദി ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ കൃഷ്ണകുമാർ സാറിന് ഹൃദയം നിറഞ്ഞ നന്ദി പറയാണ്. ഇങ്ങനത്തെ ഒരു ഫ്ലോവ് ഒരുക്കിക്കൊണ്ട് അന്നംകുട്ടീനെ ഒന്ന് നേരിട്ട് കാണാനും സംസാരിക്കാനുള്ള ഒരു അവസരം ഈ അന്നംകുട്ടി എന്നുള്ള പേരിനെ പറ്റിയിട്ടും അമ്മേനെ പറ്റി പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. എങ്കിലും എനിക്ക് അങ്ങനെ പറയാൻ തന്നെ ഇഷ്ടം. അപ്പൊ വളരെ സന്തോഷം. വളരെ എന്താണ് ആരാധന നിറഞ്ഞൊരു സന്തോഷമാണ് ഇങ്ങനെ സംസാരിക്കുക. നമ്മളെ ഒരു ഫാനിനെയൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ, നമുക്കത് വല്ലാണ്ട് അനുഭവിക്കുന്നുണ്ട്. വലിയ സന്തോഷം, വലിയ സന്തോഷം, വലിയ നന്ദി. ഈ പുസ്തകം എത്രയും പെട്ടെന്ന് വായിക്കുന്നതായിരിക്കും. താങ്ക് യു. ആരോ ഹാൻഡ് റൈസ് ചെയ്തിരുന്നു, പറയാട്ടോ. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഞാൻ ശ്രീലക്ഷ്മി എന്നാണ് പേര്. ഈ കോളേജായിട്ട് ബന്ധമൊന്നുമില്ല. അമ്മ ഇങ്ങനെ അയച്ചു തന്നപ്പോ പെട്ടെന്ന് കണ്ടപ്പോ തന്നെ ഓക്കെ, ജോസഫ് അന്നംകുട്ടി ജോസ് ആണ്. എനിക്ക് ഏറ്റവും കാണണം എന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ ആദ്യം വായിക്കണത് ദൈവത്തിന്റെ ചാരന്മാരാണ്. പിന്നീട് സ്നേഹം കാമം ഭ്രാന്ത് വായിച്ചു. പിന്നെയാണ് ബറീഡ് തോട്ട്സ് വായിക്കുന്നത്. വേഗം തന്നെ ആരും കാണാത്ത യുദ്ധങ്ങൾ വായിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്റെ ഒരു ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്ക് ഇതിലെല്ലാ ബുക്ക് വായിച്ചപ്പോഴും എല്ലാം എല്ലാം സാർ അനുഭവിച്ച ഒരു എക്സ്പീരിയൻസ് പോലെയാണ്. ഇപ്പോ ദൈവത്തിന്റെ ചാരന്മാര് കഥ സാറിന്റെ കഥയാണ്. അതേപോലെ ബറീഡ് തോട്ട്സ് ആത്മകഥയാണ്. സ്നേഹം കാമം ഭ്രാന്ത് വായിച്ചപ്പോഴും എവിടെയൊക്കെയോ നടന്ന, നമ്മൾ കാണുന്ന, അല്ലെങ്കിൽ നമ്മളെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്ത എല്ലാം ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എല്ലാം തന്റെ ജീവിതത്തിൽ നടന്ന കഥകളെ സമൂഹത്തിന് മുന്നിലേക്ക് വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള ബുക്സ് ആയിട്ടാണ് എല്ലാം ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്റെ സംശയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇങ്ങനെ ഇത്രയും ഇൻസിഡൻസ് ഒരു ബുക്കിലൂടെ ഒരാൾക്ക് പറയാൻ സാധിക്കണമെങ്കിൽ അയാളുടെ ലൈഫിൽ അത്രമേൽ എക്സ്പീരിയൻസ്, അത്രമേൽ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോ ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കാറുണ്ടോ? അതായത് ഇതെല്ലാം എഴുതി വെക്കാറുണ്ടോ? എങ്ങനെയാണ് അത്? അതായത് ഇത്രയും ഓർത്തെടുക്കാൻ സാധിക്കുന്നതാണോ? അതോ എല്ലാ ഇങ്ങനത്തെ ചെറിയ ചെറിയ അനുഭവങ്ങൾ ഉണ്ടാവുമ്പോഴും അത് എഴുതി വെക്കാറുണ്ടോ? അതാണ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ. നല്ല ചോദ്യമാണ്. നമുക്കുള്ളൊരു അഡ്വാൻറ്റേജ്, ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ്ങിന് ഒരു 100 പേരോടാണ് ആക്സസ് എങ്കിൽ നമ്മുടെ തേടി വരുന്നത് 10,000-കണക്കിന് ആളുകളാണ്. നമ്മുടെ സംസാരിക്കാൻ വരുന്നത്, അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ വരുന്നത്. നമ്മൾക്ക് ഇപ്പൊ എനിക്കൊരു സൗഹൃദത്തിന്റെ സാധ്യത വലുതാണ്. നിങ്ങളുടെ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ഇപ്പോൾ 5,000 ആണെങ്കിൽ എൻ്റെ 14 ലക്ഷമാണ്. അപ്പോൾ നമ്മളിലേക്ക് എത്തിച്ചേരുന്ന അനുഭവങ്ങൾ അത്രയും വലുതായിരിക്കും. പിന്നെ ചില അനുഭവങ്ങളോടൊക്കെ കടന്നു പോകുമ്പോൾ അത് അനുഭവത്തിന് തീച്ചുളയെ നമ്മൾ എഴുതുക. അത് നമ്മളെപ്പോൾ എഴുതാൻ പ്രേരിപ്പിക്കും. അവിടെ എവിടെയെങ്കിലും ഒരു ഇപ്പോൾ ബ്രദറിന്റെ ഫ്രണ്ടിന്റെ ഫാദറിന്റെ കേസ് ഞാനിപ്പോൾ പറയാം. നിങ്ങൾ കേട്ടോന്ന് അറിയില്ല, എല്ലാവരും ഉണ്ടായിരുന്നു എന്നറിയില്ല. ICU നിന്ന് പുറത്തേക്ക് വന്ന കഥ ഞാൻ ഓൾറെഡി എഴുതി വെച്ച് കഴിഞ്ഞു. അത് പുസ്തകമാക്കാൻ വേണ്ടി പോലും അല്ല. ആ മൊമെന്റ് പുറത്തിരുന്നത്, ഞങ്ങള് പൈസ പലരും കൂടി കളക്ട് ചെയ്തത് 8 ലക്ഷം രൂപയായി, ക്ലോസ് ടു 7 lakhs. അപ്പോൾ അതിൻ്റെയൊക്കെ ചെലവുകൾ, കാര്യങ്ങൾ, അതെങ്ങനെ മീറ്റ് ചെയ്തു, അത് വായിച്ചു. അത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എവറസ്റ്റ് ഒരാൾ കീഴടക്കുന്ന പുസ്തകം വായിക്കുന്നത്. അയാൾ ചെയ്യുന്ന സ്ട്രഗിള്,
ഇത് രണ്ടും പാരലി പോയിക്കൊണ്ടിരിക്കുക. ഒരാളിവിടെ മല കയറാൻ സ്ട്രഗിൾ ചെയ്യുന്ന കാര്യം വായിക്കുന്നു, ഇവിടെ അതിലും വലിയൊരു മല കയറാൻ മനുഷ്യ കുറെ പേര് ശ്രമിക്കുന്നു. അപ്പൊ അത് എഴുതി വെക്കും. കുറെ അനുഭവങ്ങൾ ഉണ്ടാവുമ്പോൾ എഴുതി വെച്ച് കുറച്ച് കഴിയുമ്പോൾ തോന്നി ഇതൊരു ബുക്കാക്കിയല്ലോ. അതുകൊണ്ട് പുസ്തകം എഴുതാൻ വേണ്ടി അനുഭവങ്ങൾ എഴുതി വെക്കൽ കുറവാണ്. താങ്ക് യു. ജോസഫ്, വളരെ സന്തോഷം. ഞാൻ കൃഷ്ണകുമാർ മാഷ്. ഹായ്. ഷൗക്കത്ത് എൻ്റെ ഒരു അയൽവാസിയാണ്. പറഞ്ഞാരി വർഷങ്ങളായിട്ടുള്ള ഒരു ബന്ധമുള്ള ഒരാളാണ്. അപ്പോൾ ഒരു മാസമായി ഞാൻ ഇങ്ങനെ അന്നംകുട്ടിയെ എങ്ങനെ അല്ല ജോസഫ് അന്നംകുട്ടിയെ എങ്ങനെ കണക്ട് ചെയ്യുമെന്നുള്ളൊരു വിളിച്ചാൽ മതി എല്ലാവരും, പിന്നെ അത് വിളിക്കാം. അന്നംകുട്ടിയെ എങ്ങനെ കണക്ട് ചെയ്യുന്നുള്ളൊരു ചിന്തയിൽ നടക്കുകയാണ്. അപ്പോൾ ചോദിക്കുന്നിടത്തൊക്കെ എനിക്ക് കിട്ടിയ മറുപടി ഇത്തരം ചെറിയ പ്രോഗ്രാംസിനൊന്നും എത്തൂല, ബുദ്ധിമുട്ടാണ്, കാരണം അത്രയും ടൈറ്റ് ഷെഡ്യൂളാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മൾ പറയുന്നതാണ് നമ്മുടെ ജീവിതം. എൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞിരുന്നത് ഞാനിങ്ങനെ കണ്ടിരുന്നു അന്നംകുട്ടി ഇതിൽ സംസാരിക്കുന്നതായിട്ട്. എൻ്റെ 2 ദിവസം ഇന്നലെയാണ് പറഞ്ഞെന്ന് പറഞ്ഞു. അത്രയും വരെ കിട്ടൂല എന്ന് ഉറപ്പിച്ചിരിക്കെ ആണ് അവിചാരിതമായിട്ട് ഗുരുവായൂർ സ്വന്തം നാട്ടിൽ ഷൗക്കത്ത് വന്നപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞത് അത്രയും അടുത്ത ആളാണ്. ഞാൻ പറഞ്ഞ എന്തായാലും വരും എന്നുള്ളത്. അപ്പോഴും എനിക്ക് അങ്ങോട്ട് വിശ്വാസം വന്നില്ല. അപ്പൊ ഇത്രയേ പറയണുള്ളൂ. നമ്മൾ മനസ്സുകൊണ്ട് വിചാരിക്കുന്നതാണ് നമ്മുടെ ജീവിതം, അല്ലെങ്കിൽ നമ്മൾ പറയുന്നതാണ് നമ്മുടെ ജീവിതം. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ ഒരു സാക്ഷ്യം പറയുകയാണ് ഈ കാര്യത്തിൽ. കാരണം അസാധ്യം എന്ന് എല്ലാവരും പറഞ്ഞത് ഇപ്പം ഇന്ന് സാധിച്ചിരിക്കുകയാണ്. സർവോപരി ഇത് നമ്മുടെ കുട്ടികൾ, അധ്യാപകരാകാൻ പോകുന്ന കുട്ടികൾക്ക് വലിയൊരു പ്രചോദനമാണ്. വിഷ്ണു നമ്മുടെ അലുമിനിയാണ്, പക്ഷെ നിരന്തരം നമ്മളായിട്ട് ടച്ചുള്ള ഒരാളാണ്. ഈ പറഞ്ഞ ഒരു സർവൈവറാണ്. ഇന്ന് മോഡറേറ്റ് ചെയ്യുന്ന അധീന വളരെ ടെൻസ്ഡ് ആയിരുന്നു. സാറ് വരുന്നു, ഇപ്പൊ എത്രയും വലിയൊരു സെലിബ്രിറ്റിയുടെ മുന്നിൽ എങ്ങനെ അത് ചെയ്യും, പക്ഷെ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നു. സ്വാഗതം പറഞ്ഞ അർച്ചന അതൊക്കെ നന്നായി ചെയ്തു. അതുപോലെ നന്ദി പറയുന്ന നന്ദന. അപ്പൊ ഇതൊക്കെ ഇവരെല്ലാവരും, ഇതിന്റെ കോർഡിനേറ്റർ അക്ഷയ, ലയന, അവരൊക്കെ വളരെ ബ്ലെസ്ഡായി ഈ ഒരു സെഷനോട് കൂടി. അത് ചെറിയൊരു കാര്യമല്ല സാർ. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ വലിയ വാക്ക് പറയലല്ല, നമ്മൾ നന്നായി അനുഭവിക്കുക, നന്നായി ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഒരു സ്പെഷ്യൽ താങ്ക്സ് പ്രത്യേകം എൻ്റെ ഇടയിൽ പറഞ്ഞു മാത്രമല്ല ഞായറാഴ്ച എറണാകുളത്ത് ഒരു കോഫി വിത്ത് ജോസഫ് അന്നംകുട്ടി പ്രോഗ്രാമിൽ വരുന്നുണ്ട്, പുസ്തകം വായിച്ചതിൻ്റെ. അപ്പോൾ നേരിട്ട് കാണാൻ പറ്റും എന്നുള്ളൊരു മാതൃഭൂമി അതിനൊരു അനുവാദം തന്നിട്ടുണ്ട്. അപ്പോൾ വളരെ സന്തോഷം. ഈ പറയാനുള്ളവർക്ക് പറയാട്ടോ. ഞാൻ എന്തോ ഇന്നിങ്സ് ആരംഭിച്ച ഓടിപ്പോന്ന് പറഞ്ഞ കാരണം എൻ്റെ ഇടയിൽ കയറി പറഞ്ഞാണ്. ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് ചെയ്ത് വലിയ കാര്യമാണ്. ഇറ്റ്സ് എൻ അമേസിങ് തിങ്. പിന്നെ ഷൗക്കത്തിക്ക പലപ്പോഴും എന്നെ സഹായിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. പലപ്പോഴും ഇപ്പോഴും നമുക്ക് ഞാൻ ഓൺലൈൻ മീറ്റുകളൊന്നും ഒരിക്കലും ഇരുന്നിട്ടില്ല, പോവാറില്ല, ഞാൻ ചെയ്യാറില്ല. കാരണം ഒന്ന്, ഞാൻ ഈ മനുഷ്യരോട് അവൈലബിൾ ഓൺലി ലൈവ് എന്നുള്ളതാണ് എൻ്റെ മോട്ടോ പോലും. ജീവനോട് അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യരെ നോക്കി സംസാരിക്കുക. അതുകൊണ്ടാണ് യൂട്യൂബിൽ പോലും വീഡിയോ ഇടാത്ത. എൻ്റെ ക്ലാസ്സുകളുടെ വീഡിയോ ഒന്നും ഞാൻ ഒരിക്കലും യൂട്യൂബിൽ ഇടാറില്ല. ലിറ്ററേച്ചർ ഫെസ്റ്റിന് പോകുന്നവരിടും, പക്ഷെ ഒരു ടോക്ക് ഷോസ് ഒന്നും ഞാൻ എങ്ങും ഇടാറില്ല. കാരണം അതിങ്ങനെ മറ്റെന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പാസീവായിട്ട് ലിസൺ ചെയ്യേണ്ടതല്ല. എനിക്ക് അത്തരം വീഡിയോസ് ഇട്ട് ഒരുപാട് ടോക്ക് ഷോകളും ക്ലാസ്സുകളൊക്കെ കിട്ടും. ഫിനാൻഷ്യലി എനിക്കത് ഉപകാരപ്രദമാണ്. പക്ഷെ ഞാൻ മാസത്തിലൊക്കെ മാക്സിമം 2-3, ബാക്കി സമയത്തൊക്കെ എഴുത്തും മനുഷ്യരെ കാണാനും, അതാണ് എൻ്റെ ടൈറ്റ് ഷെഡ്യൂൾ. വേദിയിൽ നിന്ന് വേദിയിലേക്കൊന്നും ഞാൻ ഓടുന്നൊന്നുമില്ല. ഞാൻ ഇവിടെ, ദിസ് ഈസ് മൈ വേൾഡ്. ഇവിടെ ഒരുപാട് മനുഷ്യർ കാണാൻ വരും, ഇങ്ങനെ കണ്ടും കേട്ടൊക്കെ. പിന്നെ അവരിരുന്ന് കേൾക്കൽ വലിയൊരു ചടങ്ങാണ്. നമ്മളിങ്ങനെ കുത്തിയിരുന്ന് കേൾക്കണം അവരെ, അവരോട് സംസാരിക്കണം. ഒത്തിരി എഴുത്തുകൾ വരും മെയിൽ ഐ ഡിയിൽ. പിന്നെ വിളികൾ ഒരുപാട് വരും, ഇൻവിറ്റേഷൻസ്. ഇപ്പൊ ഞാൻ ഇത്തരം ഒരെണ്ണത്തിൽ ഓൺലൈനിൽ ഇപ്പൊ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അധികത്തിന് പബ്ലിസിറ്റി കൊടുക്കരുതെന്നാണ് ഞാൻ വന്നു എന്നുള്ളത്. കാരണം കുറെ പേരോട് ഞാൻ ഓൾറെഡി നോ പറഞ്ഞിട്ടുള്ളതാണ് ഇത്തരം കാര്യങ്ങൾക്ക്. പക്ഷെ ചില കാര്യങ്ങളോട് നമുക്ക് നോ പറയാൻ പറ്റില്ല. പക്ഷേ സാറിന്റെ പ്രാർത്ഥന, സാർ വിഷ്വലൈസ് ചെയ്തതിന്റെ പവറും കൂടി ആവാം. എനിക്ക് ഇന്നൊരു ദിവസം വേണ്ടിയിട്ട് ഇത് അങ്ങോട്ടും പറയാൻ ഞാൻ അവൈലബിൾ അല്ല. കാരണം നാളെ ഇല്ല, ഞാൻ നാളെ കഴിഞ്ഞില്ല, എനിക്ക് ടോക്ക് ഷോസ് ഉണ്ട്, അതിന് പിറ്റേ ദിവസം ഇല്ല. അപ്പൊ അത് കൃത്യം അത് വന്നതൊക്കെ അതിന്റെ ഒരു ഭാഗ്യം തന്നെയായിട്ട് കരുതുന്നു. അതൊരു പാടാണ് ശരിക്കും, അത് സത്യമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ വെർച്വൽ എന്നോ റിയൽ എന്നോ അങ്ങനെയുള്ള വ്യത്യാസം ഇല്ല സാറേ. ഞങ്ങൾക്ക് ഈ പ്രോഗ്രാമിൽ ഇത് ലിറ്ററേച്ചർ ഫെസ്റ്റിവലൊന്നും പങ്കെടുക്കാൻ പറ്റാത്ത പാവങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പരിപാടിയാണ്.
ഇത് നമ്മുടെ സ്വീകരണ മുറിയിൽ ഇരുന്ന് സംസാരിക്കുന്ന ഒരു പ്രതീതി തരുന്നുണ്ട് എന്നുള്ളതാണ്. എല്ലാ എഴുത്തുകാരും KR മീര വരെ പങ്കെടുത്തിരുന്നു. മാമിനൊന്നും ഇങ്ങനെ കിട്ടൂല എന്ന് പറഞ്ഞിരുന്നു. അതും നമുക്ക് സാധ്യമായതാണ്. വലിയ സന്തോഷം പങ്കുവയ്ക്കുകയാണ്. പിന്നെ നമ്മുടെ കോളേജിലെ ഒരു അതിഥിയായിട്ട് വന്നു പോയാൽ അങ്ങനെ ഒരു അന്ധവിശ്വാസം, പക്ഷെ റിയാലിറ്റിയാണ്, ഭയങ്കര ഒരു എക്സ്പോഷറിലേക്ക് ഇപ്പോൾ ഓൾറെഡി ഒരുപാട് എക്സ്പോഷർ ഉണ്ട്. അതിനപ്പുറം ഒരുപാട് ഗ്രേസ്, അതാണ് അല്ലെങ്കിൽ സെലിബ്രിറ്റി ആവുക എന്നുള്ള ഒരർത്ഥം അല്ല എന്ന് നേരത്തെ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു മാനസിക പിന്തുണകളും പ്രാർത്ഥനകളും ഉണ്ടാവും. ഈ ചടങ്ങ് അങ്ങേക്ക് ഒരു ആദരായിട്ട് കൂടെ കണക്കാക്കുക എന്നുള്ളതാണ്. വളരെ വളരെ അത് ഒരു അനുഭവ ബലമാണ് ഇവിടെ അതിഥിയായി വന്നു പോയി കഴിഞ്ഞാൽ. പിന്നെ താങ്ക് യു സർ. നമസ്കാരം മാഷെ. ഹായ്. എൻ്റെ പേര് ബ്രൂസ്ലി കുരുവിള തോമസ് എന്നാണ്. ഞാൻ അവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. എനിക്ക് വളരെ വൈകി ഒരു 8:30 കഴിഞ്ഞിട്ട് എനിക്ക് കയറാൻ പറ്റുള്ളൂ. ഞാനപ്പോൾ കയറണ്ടെന്ന് തന്നെ വിചാരിച്ചതാണ്. കാരണം ഒന്നും പറയാൻ പറ്റില്ല, ഒന്നും കേൾക്കാനും പറ്റിയില്ല. അപ്പോൾ കയറണ്ടെന്ന് തന്നെ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ സാറ് പറഞ്ഞ ഈ ഒരു സെൻറ്റൻസ് കേട്ടപ്പോൾ എനിക്ക് അതിനോട് ഒരു പക്ഷേ സാർ ഒന്ന് മാറ്റി ചിന്തിക്കണം എന്നുള്ള ഒരു അപേക്ഷ വെക്കണമെന്ന് തോന്നി. അതായത് സാറ് ടോക്ക് ഷോകളിലും ഒന്നും അതൊന്നും അതിൻ്റെ ഒന്നും യൂട്യൂബ് വീഡിയോ ഇടാറില്ല. ലിറ്റററി ഫെസ്റ്റിന് അവർ ചിലപ്പോൾ ഇട്ടാൽ മാത്രമേ ഉള്ളൂ. കാരണം ലൈവായിട്ട് നേരിട്ട് മനുഷ്യരുമായിട്ട് ഉള്ള ആ ഒരു കോണ്ടാക്റ്റിലാണ് സാറ് വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അത് വലിയ മഹത്തരമായിട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ ആ ഒരു മഹത്വത്തെ ഞാൻ അങ്ങേയറ്റം ആദരവോടുകൂടി തന്നെ കാണുന്നു. പക്ഷേ അങ്ങനെ നേരിട്ട് സാറിനെ കേൾക്കാനും കാണാനും കഴിയുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ പരിമിതമാണ്. ഇപ്പം തന്നെ നാളത്തെ ഒരു ദിവസത്തെ സാറിൻ്റെ ഒരു ടോക്ക് കേൾക്കാൻ 1500 അധ്യാപകർക്ക് ഭാഗ്യം ലഭിക്കുന്നു. പക്ഷെ ആ ആശയങ്ങളെ അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ഉണർത്തലുകളെ, പ്രചോദിപ്പിക്കലുകളെ അത്രയും പേർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. നേരെ മറിച്ച് അതിൻ്റെ ഒരു വീഡിയോ യൂട്യൂബിൽ ഇടുകയാണെങ്കിൽ അത് ലക്ഷക്കണക്കിന് പേരിലേക്ക് എത്തില്ലേ. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു മാറ്റം മനുഷ്യരിൽ അല്ലെങ്കിൽ അവരുടെ മനോഭാവങ്ങളിൽ, ചിന്തകളിൽ ഒക്കെ ഉണ്ടാക്കാനും ഒരു പരിവർത്തനത്തിന് ചെറിയൊരു കാരണമാകാനും അത് കഴിയില്ലേ. ഇപ്പൊ തന്നെ കൃഷ്ണകുമാർ മാഷ് പറഞ്ഞ ഒരു കാര്യം തന്നെ, ഇവിടെ വരിക എന്നുള്ളത്, കാരണം ഇങ്ങനെ ലിറ്റററി ഫെസ്റ്റിലൊന്നും പോകാൻ പറ്റാത്ത പാവങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഇത് എന്ന് പറഞ്ഞ ഒരു കാര്യവും മാഷ് വിഷ്വലൈസ് ചെയ്തതിന്റെ തീവ്രത കൊണ്ടാണ് ഒരു പക്ഷെ ഇവിടെ വരാൻ സാധിച്ചത് എന്നുള്ളത് മാഷ് തന്നെ പറഞ്ഞു, അന്നക്കുട്ടി സാറ് തന്നെ പറഞ്ഞു. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ ഇത് ചെയ്യേണ്ടത്, ഇപ്പം നമ്മുടെ ഈ ഒരു കാര്യത്തിൽ ഇത് നമ്മൾ മറ്റുള്ളവരോട് പബ്ലിസിറ്റി കൊടുക്കുക അങ്ങനെയൊന്നും ആരും ഇവിടെയുള്ള ആരും ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സാറിന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാനും സാധ്യതയില്ല. പക്ഷേ സാറിൻ്റെ ആ ഒരു തീരുമാനം സാറ് ദയവ് ചെയ്തൊന്ന് പുനഃപരിശോധിക്കാൻ മനസ്സാകണം എന്നൊരു അപേക്ഷയാണ് ഇത് കേട്ടപ്പോൾ എനിക്കുള്ളത്. കാരണം ഇപ്പോൾ എത്രയോ പേര്, ഇത്രയും പേര് വളരെ ആവേശത്തോടു കൂടി കേൾക്കാൻ വന്നിട്ടുള്ള ഒരു പരിപാടി എനിക്ക് തോന്നുന്നില്ല ഈ അടുത്ത കാലത്തൊന്നും ഈ വായനാവാരത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത്രയേറെ ആളുകൾ കേൾക്കാനും നേരിട്ട് ആ ഒരു ശബ്ദത്തിന് അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരുപാട്, അപ്പൊ സാറ് തന്നെ പറഞ്ഞു 5000 പേരായിരിക്കാം നിങ്ങളുടെ ഫ്രണ്ട്സ്, 14 ലക്ഷമാണ് എൻ്റെ എന്നുള്ളത്. ഇവരൊക്കെ ആഗ്രഹിക്കുന്നത് വാട്സപ്പിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കാണുന്ന ആ ഒരു വാചകങ്ങൾക്ക് അപ്പുറം ഈ യൂട്യൂബിന്റെ ഒരു ഇതിലേക്ക് സാറ് ബാക്കിയുള്ള എല്ലാം മാറ്റിവെച്ച് ഒന്ന് ചിന്തിക്കണം എന്നുള്ള ഒരു വിനീതമായ അപേക്ഷ എനിക്കുണ്ട്. താങ്ക് യു. ഞാനത് മാനിക്കുന്നു. നമ്മളത് വേണ്ടാന്ന് വെക്കുന്ന ഒരു റീസൺ എന്ന് പറഞ്ഞാൽ, ഞാൻ ഇടയ്ക്ക് ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, യേശുക്രിസ്തു എന്തിനാണ് വെറുതെ 12 ശിഷ്യന്മാരെ മാത്രം തിരഞ്ഞെടുത്തത് കേട്ടോ, അവരോട് എല്ലാ കാര്യവും പറഞ്ഞത്. ഇങ്ങനെ ഒരു എനിക്ക് തോന്നിയൊരു കാര്യം, ഞാൻ ഈ ടോക്ക് ഷോകളിലൊക്കെ ഭയങ്കര പേഴ്സണൽ കാര്യങ്ങളാണ് പറയാറ്. അത് എങ്ങ് റെക്കോർഡ് ചെയ്യപ്പെടുന്നില്ല എന്ന് വിശ്വാസത്തോടെ പറയുമ്പോൾ അത് കേൾക്കുന്ന ആളുടെ മനസ്സിന് തീ പിടിക്കും. ഇത് യൂട്യൂബിൽ വന്നാൽ, ഒന്ന്, ഞാൻ ആരെ കുറിച്ചാണോ പറയുന്നത് അവർക്ക് ചിലപ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാവാം. 2, ആളുകൾ അത് വളച്ചൊടിച്ച് അതിന്റെ സാങ്ക്ടിറ്റി, അതിന്റെ വിശുദ്ധി ചിലപ്പോൾ നശിപ്പിച്ച് കളയും. എനിക്ക് ജനറൽ ടോക്കുകളൊക്കെ പറഞ്ഞത് വളരെ കറക്റ്റാണ്, ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും. പക്ഷേ എൻ്റെ ടോക്ക് ഷോയുടെ പ്രത്യേകത ആയിട്ട് ഞാൻ കണക്കാക്കുന്നത്, ഇപ്പോൾ മാസത്തിൽ മാക്സിമം 3 ടോക്ക് ഷോ ഞാൻ എടുക്കുകയുള്ളൂ. അതും അത്രയും നമ്മൾ ആഗ്രഹമുണ്ട്. ഞാൻ നല്ല പേയ്മെന്റും വാങ്ങിക്കും തന്നെ, വേറെ ഒന്നും കൊണ്ടല്ല. അത്രയും ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മളൊരു വേറെ രീതിയിൽ ടോക്ക് ഷോകൾക്കൊരു ഒരു ഫോൺ നമ്പർ കോണ്ടാക്റ്റും വെച്ച് ഭയങ്കരമായിട്ട് ഇതിനെ മാർക്കറ്റ് ചെയ്ത് എല്ലാ ടൈപ്പ് ടോപ്പിക്കുകൾ ഹാൻഡിൽ ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ എനിക്കിങ്ങനെ ഇപ്പോൾ ഒരു BMW കാർ താഴ്ത്ത് വാങ്ങിച്ചിടാൻ പറ്റും ഈസി ആയിട്ട്. പക്ഷെ നമ്മൾ വിചാരിക്കും, നമ്മളെ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മുടെ തീവ്രമായ അനുഭവങ്ങൾ ഇങ്ങനെ കൊടുക്കണം. അത് അത്രയും പേരിൽ തീ പിടിയും. അവിടുന്ന് അത് മെല്ലെ കത്തി പൊക്കോളും. യൂട്യൂബിൽ വരുമ്പോൾ നമ്മൾ എത്ര ഭംഗിയുള്ളൊരു സാധനം ഇട്ടാലും അതിന്റെ താഴ്ത്തുന്ന ഒരുത്തം കമന്റുകളാണ് വെറുതെ, ഇവൻ പറയണൊക്കെ നുണയാണ്. ആ ഒറ്റ കമന്റ് മതി
എല്ലാവർക്കും ആ കണ്ടന്റിലുള്ള വിശ്വാസം പോകാൻ. അപ്പോൾ ടോക്ക് ഷോകളിൽ അതിഭീകരമാം വിധം, ആ വാക്കിനാണ് കറക്റ്റ്, ഞാൻ വളരെ ഓപ്പൺ ആണ്. എൻ്റെ മുറിവുകൾ തുറന്നു കാണിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അത് കേൾക്കുന്ന ആളുകളിൽ വലിയ ചലനം ഉണ്ടാക്കുന്ന ഞാൻ നേരിട്ട് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. കാരണം എന്നെ ഒരേ കോളേജിൽ അടുപ്പിച്ച് 3-4 വർഷമായി എന്നെ അതേ ഇവന്റിന് ടോക്കായിട്ട് ഗസ്റ്റ് ആയിട്ട് വിളിച്ചിരുന്നത്. അത് ചിലപ്പോൾ അത് അവർക്ക് അത്രയും, അതാണ് ഒരു റീസൺ. പക്ഷെ ചിന്തിക്കാവുന്നതാണ്. ഞാനതിനെ വളരെ സിൻസിയർ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. നമുക്കൊരു ചോദ്യം കൂടി ചോദിച്ചിട്ട് നിർത്താം. കാരണം ഒരു കൊട്ട് ഞാനിവിടെ കേട്ടു, ഇവിടെ തൊട്ടപ്പുറത്ത് വാതിലാ. ഭക്ഷണം കഴിക്കാൻ റെഡി ആയോ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഒറ്റ സെക്കൻഡ്, സാറ് പറഞ്ഞ ആ കാര്യത്തെ പൂർണ്ണമായും ഞാൻ മാനിക്കുന്നു. സാറ് പറഞ്ഞത് ശരിയാണ്. അപ്പൊ അത്രയും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ തുടരുന്നതാണ്. ഓക്കെ സാർ, നല്ലത്. താങ്ക് യു. ഇല്ലെങ്കിൽ നന്ദി പറയാൻ പ്രിപ്പയർ ആയിട്ട് വന്ന ആൾക്ക് നന്ദി പറയാട്ടോ. അവര് നന്ദിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ചിലപ്പോൾ. സാർ ചോദ്യമൊന്നുമില്ല, കേൾക്കാമോ? കേൾക്കാം ലിഖിത. ചോദ്യമൊന്നുമില്ല, പക്ഷെ ഞാൻ സാറിന് അറിയണത് എന്റെ കൂട്ടുകാരി വഴിയാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം കലോത്സവത്തിന് പോയപ്പോ റോസ് പിങ്കി മരിയ അവളുടെ പേര്. അപ്പൊ ഈ പുസ്തകങ്ങൾ ഇറങ്ങുമ്പോൾ ഒത്തിരി സന്തോഷത്തോടു കൂടി കാണിക്കും. അപ്പൊ കഴിഞ്ഞ ദിവസം കലോത്സവത്തിന് പോകുമ്പോൾ ആ വഴി സാറിന്റെ പുസ്തകത്തിൽ സാറിന്റെ ഒപ്പിട്ട് കിട്ടിയ പുസ്തകമായിട്ട് ഭയങ്കര സന്തോഷമായിട്ട് വന്നു. കണ്ട് എന്റെ നോക്കിയേ, നീ നോക്കിയ പുസ്തകം നോക്കിയേ, ആരെ എഴുതി ഒപ്പിട്ടേക്കണേന്ന് നോക്കിയേ. സാറ് എപ്പോഴും എവിടെ ഇരുന്ന് ഇട്ട ഒരു ഒപ്പിന്റെ പേരില് സന്തോഷിക്കണ അവളെ എനിക്കറിയാം. അപ്പൊ അവൾക്ക് ഇപ്പൊ നിലവിൽ ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ എനിക്ക് അറിഞ്ഞുകൂടെ ഇനി സാറിനെ കാണാൻ അങ്ങനെ ഒരു അവസരം ഉണ്ടാവോ ഇല്ലയെന്ന് തോന്നുന്നു. അപ്പൊ അവളുടെ പേരൊന്നും എനിക്ക് സാറിനോട് പറയണം എന്ന് തോന്നി. ഇത്രേ ഉള്ളൂ. അവളുടെ പേരെന്താണ്? റോസ് പിങ്കി മരിയ. ഇതിപ്പോ ഇയാള് ഗൂഗിൾ മീറ്റിൽ അറ്റൻഡ് ചെയ്ത ലാപ്ടോപ്പിലാണോ മൊബൈലിലാണോ? മൊബൈലില്. ലാപ്ടോപ്പിലായിരുന്നെങ്കിൽ ഞാൻ അവരോട് ഒരു ആശംസ പറയാതെ വീഡിയോയിൽ റെക്കോർഡ് ചെയ്യായിരുന്നല്ലോ. അല്ല, ഇത് റെക്കോർഡിംഗ് ഈ വീഡിയോ ഒന്ന് പറയുമോ? റോസ് മാത്രം വിളിച്ചാ പോരെ? മതി. ഹായ് റോസ്, നമ്മുടെ ഒപ്പിനേക്ക് ഇത്രയും ആദരവോടി കാണുമ്പോൾ ഞാനിങ്ങനെ 15,000 ഒപ്പ് 4 ദിവസം കിട്ടിയ ഒരാളാണ്. എനിക്ക് അവസാനം ഇടയ്ക്കൊക്കെ ഒപ്പൊക്കെ തെറ്റിപ്പോയായിരുന്നു. എൻ്റെ കൊള്ളാവുന്ന ഒരു ഒപ്പാണ് നിനക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഒപ്പിനോടെ അതേ എക്സൈറ്റ്മെന്റ് വായിക്കുമ്പോഴും കിട്ടിയെന്ന് കരുതുന്നു. ഇങ്ങനെ എവിടെയൊക്കെ ഇരുന്ന് സ്നേഹിക്കുന്നതിന് നന്ദി. സി യു. ഒരു ക്ലീഷേ വാക്കില്ലേ സാർ, ഒരു പൂവ് ചോദിച്ചു ഒരു വസന്തം തന്നു എന്ന് പറഞ്ഞ പോലെ ആ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ എല്ലാവരും. ഒരുപാട് നന്ദി, സ്നേഹം സാർ. ഞാനൊന്നും മെല്ലെ ഇറങ്ങിക്കോട്ടെ. ഇനി നന്ദി ഉണ്ടെങ്കിൽ ഞാനത് കേട്ടിട്ടങ്ങ് പൊക്കോളാം. നന്ദി പറയുന്നതിനായി 1ാം വർഷ ബി.എഡ് കൊമേഴ്സ് വിദ്യാർത്ഥിനി നന്ദനയെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പ്രതിവാര പുസ്തക നിരൂപണ പരിപാടി അവസാനിക്കുന്ന ഈ വേളയിൽ ആദ്യമായി ഈ പരിപാടിക്ക് അവസരമൊരുക്കി തന്ന SNM ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പൽ സുസ്മിത മിസ്സിനും പരിപാടിയുടെ സ്റ്റാഫ് കോർഡിനേറ്ററായ കൃഷ്ണകുമാർ സാറിനും ഹീര മിസ്സിനും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മളോടൊപ്പം കൂടുകയും എഴുത്തനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്ത ജോസഫ് അന്നംകുട്ടി ജോസ് സാറിന് കോളേജിന്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. ആരും കാണാത്ത യുദ്ധങ്ങൾ എന്ന പുസ്തകം വളരെ മനോഹരമായി നമുക്ക് മുൻപിൽ അവതരിപ്പിച്ച വിഷ്ണു സാറിന് സ്നേഹം നിറഞ്ഞ നന്ദി. ഈ പരിപാടിയുടെ സ്റ്റുഡന്റ് കോർഡിനേറ്ററായ അക്ഷയയ്ക്കും മോഡറേറ്ററായ അദീനയ്ക്കും സ്വാഗതം ആശംസിച്ച അർച്ചനയ്ക്കും നന്ദി അറിയിക്കുന്നു. ഈ പരിപാടി വിജയകരമാക്കുന്നതിനായി കൂടെ നിന്ന എല്ലാവർക്കും, ഇവിടെ പങ്കെടുത്ത വായനയെ സ്നേഹിക്കുന്ന എല്ലാ പുസ്തക പ്രേമികൾക്കും നന്ദി ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ടോൺ കേട്ടെ, ഞാൻ പണ്ട് 4ാം ക്ലാസ്സിലെ പ്രസംഗം പറഞ്ഞിട്ടുണ്ട്. മാനസസിന് എന്റെ വിനീതമായ കുപ്പുകൈ. ഇന്ന് ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം. അതേ ഒരു പ്രസംഗത്തിന്റെ ബ്യൂട്ടിഫുൾ ടോൺ. അപ്പൊ താങ്ക് യു എല്ലാത്തിനും. ഇങ്ങനെയൊക്കെ പ്രാർത്ഥനകളിൽ ഞങ്ങളെയും എന്നെ ഓർക്കുക, ഫാമിലി ഓർക്കുക. താങ്ക് യു ഫോർ ദ നൈറ്റ്. ഗുഡ് ഡേ. ബൈ. താങ്ക് യു.